മാന്യപ്രേക്ഷകരെ നമസ്കാരം. ന്യൂസ് കഫേ ലൈവിലേക്ക് മാന്യപ്രേക്ഷകർക്ക് വീണ്ടും സ്നേഹ സ്വാഗതം. അതുപോലെ തന്നെ നമ്മുടെ രണ്ട് വിശിഷ്ട അതിഥികളായിട്ടുള്ള VR രാജശേഖരൻ ജി, അഡ്വക്കേറ്റ് ജയസൂര്യൻ സാർ, രണ്ട് മാന്യ അതിഥികൾക്കും ചാനലിലേക്ക് സ്വാഗതം. സർ, നമ്മൾ കഴിഞ്ഞ ദിവസം ചരിത്രത്തിൽ ഇതുവരെ കാണാത്ത വലിയൊരു വേദനാജനകമായിട്ടുള്ള ഒരു വാർത്ത, അതല്ലെങ്കിൽ ഒരു സംഭവം കഴിഞ്ഞ ദിവസം നമ്മുടെ സഭയിൽ നമ്മൾ കണ്ടു. കാരണം രാഹുൽ ഗാന്ധി എന്നാൽ രാഹുൽ ഗണ്ഡി എന്നതാണ് യഥാർത്ഥത്തിലുള്ള അയാളുടെ പേര്. അതല്ലെങ്കിൽ രാഹുൽ വിൽസി ഒക്കെ പല രീതിയിലുള്ള അയാൾക്ക് എത്രയോ പേരുകളുണ്ട് എന്ന് നമുക്കറിയാം. അത്തരത്തിലുള്ള ഒരു വ്യക്തി കഴിഞ്ഞ ദിവസം സഭയിൽ പറഞ്ഞ ഒരു പരാമർശമുണ്ട്. അത് കൃത്യമായിട്ടും അദ്ദേഹം പറഞ്ഞത് ഇംഗ്ലീഷിലോ ഹിന്ദിയിലും ഒക്കെ ആണെങ്കിൽ പോലും അത് മലയാളത്തിൽ ഇവിടെ പരാമർശിക്കുകയാണെങ്കിൽ, ഹിന്ദുക്കൾ എന്ന് സ്വയം വിളിക്കുന്നവർ രാപ്പകലില്ലാതെ വിദ്വേഷത്തിലും അക്രമത്തിലും അസത്യങ്ങളിലും മുഴുകുന്നു എന്നാണ് ഇന്നലെ രാഹുൽ വിൻസി അതല്ലെങ്കിൽ രാഹുൽ ഗണ്ഡി സഭയിൽ ജനാധിപത്യ മതേതര ഭാരതത്തിൽ പറഞ്ഞ വാക്കുകൾ. അതായത് ഇയാളുടെ പ്രച്ഛന്ന വേഷങ്ങളൊക്കെ നമ്മൾ പല സമയങ്ങളിൽ കാണാറുണ്ട്. ഇലക്ഷൻ വന്നു കഴിഞ്ഞാൽ ഉത്തരേന്ത്യയിലൊക്കെ കടന്നു കഴിഞ്ഞാൽ ഇയാൾ തലപ്പാവും നെറ്റിയിൽ കുങ്കുമവും അതല്ലെങ്കിൽ നമ്പൂതിരിമാരെ പോലെ പൂണൂല് പോലും ധരിച്ചുകൊണ്ട് വേഷപ്രച്ഛന്നനായിക്കൊണ്ട് ആളുകളുടെ മനസ്സിൽ അതല്ലെങ്കിൽ ആളുടെ കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് തങ്ങളുടെ ആളുകളുടെ വോട്ട് നേടി വിജയിച്ചുകൊണ്ട് ജനാധിപത്യ രീതിയിൽ തന്നെ വിജയിച്ചു വന്നുകൊണ്ട് ആ ഹിന്ദുക്കളുടെ ഒന്നടങ്കം തന്നെ പറയുകയാണെങ്കിൽ ഭാരത സംസ്കാര വാഹകരായിട്ടുള്ള ഹൈന്ദവ സംസ്കാര വാഹകരായിട്ടുള്ള അവരെ എല്ലാവരെയും ഒന്നിച്ച് അടച്ചാക്ഷേപിച്ചുകൊണ്ട് വർഗീയവാദികളും കലാപം ഉണ്ടാക്കുന്നവരുമാക്കി മാറ്റി എന്നുള്ള ആ ഒരു പ്രസ്താവന വളരെ വേദനാജനകം തന്നെയാണ്. ആ വിഷയം തന്നെയാണ് ഇന്ന് നമ്മൾ ചർച്ചയ്ക്ക് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആദ്യം രാജശേഖരജി അങ്ങിലേക്ക് തന്നെയാണ് ആദ്യം ഞാൻ വരുന്നത്. എങ്ങനെയാണ് രാജശേഖരജി ഒരു ഹിന്ദു സംഘടനയുടെ സംസ്ഥാന നേതാവ് എന്നുള്ള ആ രീതിയിൽ കൂടി കാണുകയാണ് ഈ വിഷയത്തെ അങ്ങ് എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ന്യൂസ് കഫേ ലൈവിലെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഒപ്പം എൻ്റെ സഹോദരങ്ങളായിട്ടുള്ള അഡ്വക്കേറ്റ് ജയസൂര്യൻ സാറ്, അവതാരകനായിട്ടുള്ള ശ്രീ VK ബൈജു, എല്ലാവർക്കും സാദര നമസ്കാരം. വളരെയധികം വേദനാജനകമായ ഒരു സാഹചര്യം, ഒരു സംഭവമാണ്, ഒരിക്കലും ഉണ്ടാവാൻ പാടില്ലാത്തതായ ഒരു സാഹചര്യമാണ് കഴിഞ്ഞ ദിവസം ജനാധിപത്യത്തിന്റെ ശ്രീകോവിലായിട്ടുള്ള ഒരു ജനാധിപത്യ രാജ്യമായിട്ടുള്ള നമ്മുടെ ഭാരതത്തിലെ ലോക്സഭയിലെ കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് എന്ന് അദ്ദേഹത്തിന് ഒരിക്കലും അർഹതയില്ലാത്ത ഒരു സ്ഥാനമാണത്. എങ്ങനെയോ വന്നു ചേർന്നു, നമുക്ക് അതിനെ അംഗീകരിക്കുന്നു. ആ വ്യക്തിയിൽ നിന്നും ഉണ്ടായ ഒരു പരാമർശം, അതിന്റെ നിയമവശങ്ങളെ സംബന്ധിച്ച് ജയസൂര്യൻ സാർ പറയട്ടെ എന്ന് ഞാൻ കരുതുകയാണ്. പക്ഷെ എൻ്റെ ഒരു ആശങ്ക ഞാൻ മാന്യ പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കുകയാണ്. കാരണം എല്ലാ മതങ്ങളോടും ഒരേപോലെ തുല്യ പ്രാധാന്യത്തോടെ കണ്ടുകൊള്ളാമെന്നും എല്ലാവരെയും ഒരേപോലെ കാണാൻ തയ്യാറാണ് എന്ന് ഭരണഘടനയെ തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്ത അധികാരമേറ്റ ക്യാബിനറ്റ് റാങ്കുള്ള പ്രതിപക്ഷ നേതാവ് അദ്ദേഹം പാർലമെന്റില് ലോക്സഭയിൽ ചെയ്തത് സർവേശ്വരന്മാരിലെ ഉന്നതസ്ഥാനീയനായിട്ടുള്ള സാക്ഷാൽ സർവേശ്വരനായ ശ്രീപരമേശ്വരന്റെ ചിത്രം അവിടെ പ്രദർശിപ്പിച്ചുകൊണ്ട് അവിടെ അതിന്റെ സാങ്കത്യം എന്താണ്? ലോക്സഭയില് അദ്ദേഹത്തിന്റെ കന്നിപ്രസംഗമാണ്, പ്രതിപക്ഷ നേതാവെന്നുള്ള അദ്ദേഹത്തിന്റെ കന്നിപ്രസംഗമാണ്. അപ്പൊ ആ ഒരു വേളയില് ഇതിന്റെ പ്രസക്തി എന്താണ് എന്ന് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവുകയില്ല. എന്നിട്ട് ചിത്തഭ്രമം ബാധിച്ചവനെ പോലെ അവിടെ നിന്ന് വിളിച്ചു പോവുകയാണ്. ഹിന്ദുത്വവാദികൾ എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന എല്ലാ ഹിന്ദുക്കളും അഭിമാനമുള്ള, സ്വന്തം പിതൃത്വത്തിൽ അഭിമാനമുള്ള എല്ലാ ഹൈന്ദവ സമൂഹവും അവൻ ഹിന്ദുവാണെന്ന് അഭിമാനത്തോടു കൂടി പറയുന്നു. അഭിമാനത്തോടു കൂടിയാണ് അവൻ നിലനിൽക്കുന്നത്. ആ ഹിന്ദുത്വത്തെ അവഹേളിക്കുകയാണ് അവരൊക്കെ തന്നെയും. എന്താണ്? വെറുപ്പിന്റെ വ്യാപാരികളാണെന്നാണ് അദ്ദേഹത്തിന്റെ കണ്ടെത്തല്. എവിടെയാണ് ഈ വെറുപ്പ്? വിദ്വേഷത്തിന്റെ വ്യാപാരികളാണ് പോലും. അതേപോലെ തന്നെ എന്താണ്? മതന്യൂനപക്ഷങ്ങളിലെ ഭയവിഹ്വലത ഉണ്ടാക്കുന്ന ആൾക്കാരാണ്. ഭയപ്പാടിന്റെയും വിദ്വേഷത്തിന്റെയും വെറുപ്പിന്റെയും ഒക്കെ പിണിയാളുകളാണ്, അതിന്റെയൊക്കെ വിതരണക്കാരാണ് എന്നൊക്കെയാണ് ഹിന്ദുക്കളെ ഇന്നലെ അദ്ദേഹം അവിടെ ആക്ഷേപിച്ചതും അവമതിച്ചതും അപമാനിച്ചതും. വാസ്തവത്തില് ഒരു ദേശീയ രാഷ്ട്രീയ പ്രസ്ഥാനം ദീർഘകാലം ഏതാണ്ട് 66 വർഷം
ഭാരതത്തെ ഭരിച്ചു മുടിച്ച പാരമ്പര്യമുള്ള ഒരു കുടുംബത്തിലെ ഒരു കണ്ണി. അയാള് വാസ്തവത്തിൽ ഒരു സന്തോഷമുണ്ട്. അയാൾ വിവാഹിതനാവാഞ്ഞതൊരു ഭാഗ്യമെന്ന് കരുതുകയാണ്. കാരണം ഇതിന്റെ സന്തതി ഇനി ഉണ്ടായിട്ടില്ലല്ലോ. എവിടെയെങ്കിലും ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് തിട്ടമൊന്നുമില്ല. പക്ഷെ അത് ഇല്ലല്ലോ എന്നൊരു ആശ്വാസം എന്നെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായ ഒരു പരാമർശം ഇവിടെ നടത്തുകയാണ്. നാം ഒന്ന് ആലോചിച്ച് നോക്കണം, ഇത്തരത്തിലൊരു പരാമർശം ഇയാള്. അപ്പൊ ഞാൻ ഇതിനെ സംബന്ധിച്ച് ഒന്ന് ഈ വാർത്ത കേൾക്കാനിടയായ സാഹചര്യം മുതൽ ചിന്തിച്ച സമയത്ത് ഇയാളുടെ പാരമ്പര്യം ഒന്ന് നോക്കി. പാരമ്പര്യം പരിശോധിച്ചപ്പോ ഇതിന്റെ ഭരണചക്രം തിരിച്ച ആദ്യത്തെ ആള് ജവഹർലാൽ നെഹ്റു. ആ ജവഹർലാൽ നെഹ്റു പൊതുസമൂഹത്തോട് പറഞ്ഞത്, എന്നെ കഴുതയെന്ന് വിളിച്ചോളൂ, പക്ഷെ എന്നെ ഹിന്ദു എന്ന് വിളിക്കരുത്. സത്യമാണ് അയാൾ പറഞ്ഞത്. കാരണം അയാൾക്ക് അതിന് അർഹതയില്ല. അയാളുടെ പാരമ്പര്യം നോക്കുമ്പോൾ അയാളുടെ ജന്മം തന്നെ, അദ്ദേഹത്തിന്റെ ജന്മം തന്നെ നമ്മൾ ചരിത്രം പഠിക്കുന്ന ഒരു ചരിത്ര വിദ്യാർത്ഥിക്ക്, ഒരു ചരിത്ര ഗവേഷകനെ കണ്ടെത്താനായിട്ട് സാധിക്കും. അതൊക്കെ തന്നെ മുസ്ലിം പ്രീണനത്തിന്റെയും മുസ്ലിം വർഗീയതയുടെയും ഒരു സന്തതിയാണ് ഇദ്ദേഹത്തിന്റെ ജനനം എന്ന് വളരെ വ്യക്തമാണ്. അതുകൊണ്ടാണ് ഹിന്ദുവാണ് എന്ന് അഭിമാനിക്കാൻ അയാൾക്ക് അർഹതയില്ല, അവകാശമില്ല. അതുകൊണ്ടാണ് പറഞ്ഞത്, നിങ്ങൾ എന്നെ കഴുതയെന്ന് വിളിച്ചോ, പക്ഷെ എന്നെ ഹിന്ദു എന്ന് വിളിക്കരുത് എന്ന് അയാൾ പറഞ്ഞു. അയാളുടെ പിന്തലമുറക്കാരനാണ് ഇന്ന് വന്ന് നിൽക്കുന്ന ഈ രാഹുൽ ഗിണ്ടി. തെറ്റിദ്ധരിക്കരുതേ, കിണ്ടി അല്ല, ഗണ്ടി. ആ രാഹുൽ ഗിണ്ടി ഇത് പറയുന്നതിന് അവരുടെ പ്രസ്ഥാനവും ഇതേ ചുവട് പിടിച്ചിട്ടുള്ള ആളുകളാണ്. നമുക്ക് കാണാൻ സാധിക്കുന്നത് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ്, ഒരു 10 വർഷത്തിന് മുമ്പാണെന്ന് തോന്നുന്നു, പി ചിദംബരം എന്ന കോൺഗ്രസ് നേതാവ്. നമുക്കറിയാം പി ചിദംബരവും കാർത്തി ചിദംബരവും ഒക്കെ ഈ നാടിനോട് ചെയ്ത ദേശദ്രോഹപരമായ നടപടികൾ എന്തൊക്കെയാണ് എന്ന് മാധ്യമങ്ങളിലൂടെ മുഴുവൻ സമൂഹവും മനസ്സിലാക്കിയിട്ടുണ്ട്. പ്രൈമറി സ്കൂൾ കുട്ടികൾക്ക് പോലും ബോധ്യമാകുന്ന തരത്തില് ഈ നാടിനെ എങ്ങനെയൊക്കെ നശിപ്പിച്ചവരാണ് എന്ന് അയാളും ഇതേ പരാമർശമാണ് ചെയ്തിരുന്നത്. ഇവരുടെയൊക്കെ ഉള്ളിന്റെ ഉള്ളിൽ എന്താണെന്നറിയാം, ഇന്ന് ഭാരതത്തിലെ ഹൈന്ദവ മനോഭാവം സടകുടഞ്ഞ് എഴുന്നേറ്റിട്ടുണ്ട്. ആ ഹിന്ദുത്വ മനോഭാവത്തില് ഇവർക്ക് ആർക്കും തന്നെ ഈ നാടിനെ കശാപ്പ് ചെയ്യുവാനോ വീണ്ടും വീണ്ടും വെട്ടിമുറിക്കാനോ സാധിക്കാത്ത ഒരു സാഹചര്യം ഇന്ന് ഈ ഭാരതത്തിന്റെ മണ്ണിലുണ്ട്. അതാണ് ഇവിടുത്തെ ഹൈന്ദവ സമൂഹത്തോടും ഹൈന്ദവ സംസ്കാരത്തോടും സനാതന ധർമ്മത്തോടും ഇവർക്ക് ഇത്രത്തോളം വിദ്വേഷവും വെറുപ്പും. ഇവർക്കാണ് വാസ്തവത്തിൽ വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും മതകലഹത്തിന്റെയും വക്താക്കൾ ഇവരാണ്. 1984 ഇവരിലെ മതവെറിയാണ് ഈ സിഖ് സമുദായത്തെ ഒന്നടങ്കം കൂട്ടക്കൊല ചെയ്ത, കശാപ്പ് ചെയ്ത ആളുകളാണ് ഇവരെ, ഈ കോൺഗ്രസ്സുകാരെ. അതിന്റെ സന്തത പരമ്പരയാണ് ഇവരെ വേട്ടയാടുന്നത്. അപ്പൊ നാം ഒന്ന് ആലോചിച്ച് നോക്കണം, ഈ രാഹുൽ ഗാന്ധി ഇത് പറയുമ്പോഴും അവരുടെ പ്രസ്ഥാനമായാലും എല്ലാം തന്നെ ഇവരെ ആകമാനം ഹിന്ദു വിരുദ്ധരാണ്. നാം ഒന്ന് ആലോചിച്ച് നോക്കണം, ലോകത്ത് പ്രസിദ്ധമായതും അതേപോലെ വളരെ പ്രചാരം നേടിയതുമായ നിരവധിയായ മതങ്ങള് നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിനകത്ത് ഹൈന്ദവ ധർമ്മത്തെയും അതേപോലെ തന്നെ ക്രിസ്തു മതത്തെയും ഇസ്ലാമിക മതത്തെയും എല്ലാ മതങ്ങളെയും എടുക്കുന്ന സമയത്ത് സനാതന ധർമ്മം മാത്രമല്ലേ ബഹുജന സുഖായ ബഹുജന ഹിതായ ലോകാ സമസ്ത സുഖിനോ ഭവന്തു. തൂണിലും തുരുമ്പിലും പുല്ലിലും പുഴുവിലും ഈശ്വരീയ അംശം ദർശിക്കാൻ പഠിപ്പിച്ച ഒരു മഹാ തത്വസംഹിതയുടെ വക്താക്കൾ, അതിനെ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതം നയിക്കുന്ന, തലമുറകളായി ജീവിതം നയിക്കുന്ന ഒരു വിഭാഗം എങ്ങനെ വെറുപ്പിനെ വിതരണം ചെയ്യും? എങ്ങനെ കലഹത്തിൻ്റെതായ വിഷലിപ്തമായ സാഹചര്യം സൃഷ്ടിക്കും? അപ്പൊ ഇവര് എന്നും ഹിന്ദുധർമ്മം ഈ ലോകത്തിനാകമാനമായി ലോക സമാധാനത്തെ കാത്തു സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട്, വ്യക്തമായി പറഞ്ഞാല് വിശ്വശാന്തിക്ക് വേണ്ടി എക്കാലവും നിലകൊണ്ട ഒരു ധർമ്മത്തിന്റെ അതിന്റെ അനന്തരാവകാശികൾ, അല്ലെ അതിനെ പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതം നയിക്കുന്ന ആ സമൂഹത്തെ അവരെ ഇത്തരത്തില് അധിക്ഷേപിക്കുമ്പോൾ ഇയാൾക്ക് നിശ്ചയമായിട്ടും ചിത്തഭ്രമം ബാധിച്ചതാണ്. സ്ഥലകാലബോധം നഷ്ടപ്പെട്ടുകൊണ്ട് എന്തൊക്കെയോ ഇദ്ദേഹം പുലമ്പുകയാണ് ചെയ്തത് എന്ന് നമുക്ക് ആദ്യഘട്ടത്തിൽ തന്നെ അതിനെ വിലയിരുത്താം. രണ്ടാമത് ഏറ്റവും സങ്കടകരമായ ഒരു സംഭവം എന്താണെന്ന് അറിയാമോ? അവിടേക്കാണ് വളരെ ഇതിനെ മഹത്വവൽക്കരിക്കുന്ന ചില ദേശീയ മാധ്യമങ്ങളെന്ന് അവകാശപ്പെടുന്ന
ചില മാധ്യമങ്ങള്, അത് പ്രത്യേകിച്ച് മലയാളത്തില് അവരാണ് ഇതിന് ഏറ്റവും വലിയ, അതായത് ഇതിനു മുൻപ് ഇങ്ങനെ ഒരു ശരിയാണ്, ഇതേമാതിരി ചിത്തഭ്രമം ബാധിച്ച ഒരു പ്രതിപക്ഷ നേതാവിനെ ലോകം ഇന്നേ വരെ ഭാരതത്തിൽ കണ്ടിട്ടില്ല. പ്രതിപക്ഷ സ്ഥാനത്ത് ഔദ്യോഗികമായി ഉണ്ടായിരുന്നില്ല എങ്കിലും CPI-എമ്മിന്റെ AK ഗോപാലൻജിയെ പോലെയുള്ള ആളുകള് വാസ്തവത്തില് ലോകം ആരാധിക്കുന്നവരായിരുന്നു. അപ്പൊ ആ സ്ഥാനത്താണ് ഇന്ന് ഇയാളെ കയറിയിരുന്നിട്ട് ഇങ്ങനെ പുലഭ്യം വിളമ്പുന്നത് എന്ന് നമ്മൾ കാണേണ്ടി വരുന്നു. അതിനെ പർവ്വതീകരിക്കുന്ന, മഹത്വവൽക്കരിക്കുന്ന ഒരു ദേശീയ മാധ്യമം. നാം ഒന്ന് ആലോചിച്ച് നോക്കട്ടെ, ഇത് എവിടെയാണ് ഇതിന്റെ ചുരുളഴിയുന്നത്? ഇവരുടെ ഇന്ത്യ മുന്നണി ഒന്ന് പരിശോധിക്കാതിരിക്കട്ടെ. ഇന്ന് ഭാരതത്തിന്റെ പ്രധാനമന്ത്രി ലോക്സഭയിൽ പറഞ്ഞത് മാതിരി 543 അംഗങ്ങളിലെ 99 100 തികയ്ക്കാൻ ഇവർക്ക് കഴിഞ്ഞിരുന്നില്ല. 100 തികയ്ക്കാൻ കഴിഞ്ഞിരുന്നില്ല. അങ്ങനെയുള്ള ആ ഒരു പാർട്ടി ഇവരെല്ലാവരും കൂടി കൂട്ടുചേർന്ന് കള്ളപ്രചരണവും ഒക്കെ നടന്നു. ഞാൻ രാഷ്ട്രീയ ഭാഗത്തേക്ക് കടക്കുന്നില്ല, അതൊക്കെ ജയസൂര്യൻ സാറ് പറയുമെന്ന് എനിക്ക് വളരെ വ്യക്തമായ ബോധ്യങ്ങളുണ്ട്. ആ ഭാഗത്തേക്ക് ഞാൻ കടക്കുന്നില്ല. പക്ഷെ നമ്മളും ചിന്തിക്കേണ്ടത് അതിലെ ഓരോ ഘടകകക്ഷിയെ എടുക്കുക. മുസ്ലിം ലീഗ് എന്താ പറഞ്ഞത്? ഇസ്രായേൽ പാലസ്തീൻ തർക്കത്തില്, അവരുടെ യുദ്ധത്തില് അതിന്റെ പൊരുളിലേക്കൊന്നും കടക്കുന്നില്ല. അവിടെ പാലസ്തീനോടൊപ്പം നിന്ന് ഗാസ ആ തെരുവില് അവിടുത്തെ ഭീകരന്മാരെ ക്ഷണിച്ചു വരുത്തിക്കൊണ്ട് കേരളത്തിന്റെ മണ്ണിൽ വന്നിട്ട് പ്രസ്താവന നടത്തിയതായിരുന്നു അവരുടെ പ്രസംഗം. അയാൾക്ക് ഇവിടേക്ക് വരാൻ കഴിയാത്ത ദുഃഖഭാരത്താൽ അയാളുടെ ഓൺലൈൻ പ്രസംഗം ഇവിടെ കേൾപ്പിച്ചു ജനങ്ങളെ എന്തായിരുന്നു പറഞ്ഞത്? ബുൾഡോസർ വെച്ച് സനാതന ധർമ്മത്തിന്റെ അടിവേരുകൾ മൂടോടെ പിഴുതെറിയാൻ ആഹ്വാനം ചെയ്യുന്നതായ സാഹചര്യമായിരുന്നു. അതാണ് ഒരു ഘടകകക്ഷി. ഞാൻ ബാക്കി മറ്റേത് ഒരാൾ പറഞ്ഞത് എന്താണ്? അയാൾ പറഞ്ഞത് ഡെങ്കിയോട് ഉപമിച്ചുകൊണ്ട്, കോവിഡിനോട് ഉപമിച്ചുകൊണ്ട്, മാരകമായ രോഗം. അപ്പൊ ഇവരുടെ എല്ലാം ഈ പന്നിയും പെരിച്ചാഴിയും എല്ലാവരും കൂടെ കൂടിയണക്കെ പോലും അങ്ങനെയാണ് ഈ 99ലേക്ക് 3 അക്കം തികയ്ക്കാൻ ഇവർക്ക് കഴിഞ്ഞിരുന്നില്ല. ആ ഒരു സാഹചര്യത്തിൽ ഇവര് അതിനെ എല്ലാം പർവ്വതീകരിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു മാതൃഭൂമി ദിനപത്രം. KP കേശവമേനോൻ ഒരുപക്ഷെ സ്വർഗത്തിലിരുന്ന് അദ്ദേഹം വിങ്ങിപ്പൊട്ടുകായിരിക്കും. അദ്ദേഹത്തിന്റെ നെഞ്ചകം തകർക്കുന്ന തരത്തിലുള്ള നടപടിയാണ് ഇന്ന് മാതൃഭൂമിയെ പോലെയുള്ള ഒരു പത്രം ചെയ്തത്. നന്ദി. എന്തിനാ നന്ദി? ആരോടാണ് നന്ദി? എന്ത് പറഞ്ഞ്? അതായത് മാതൃഭൂമിക്ക് നന്ദി പറയേണ്ടി വന്നത് ഹിന്ദുക്കളെ ഇത്രയും അധിക്ഷേപിച്ചതിന്റെ പേരിൽ, അവഹേളിച്ചതിന്റെ പേരിൽ, അവമതിച്ചതിന്റെ പേരിൽ രാഹുൽ ഗിണ്ടിക്ക് നന്ദി പറഞ്ഞുകൊണ്ട് എന്താണ് 1-ാം പേജില് വളരെ വ്യക്തമായിട്ട് വലിയ തലക്കെട്ടോടുകൂടി വളരെയധികം മഹത്വവൽക്കരിച്ചുകൊണ്ട് കൊടുത്തത് കണ്ടപ്പോ വാസ്തവത്തില് നമ്മള് അതിനെ സംബന്ധിച്ച് ഒരു പഠനം നടത്തുന്ന സമയത്ത് ഇന്ന് ജമായത്തെ ഇസ്ലാമിയെ പോലെയുള്ള തീവ്രവാദ ഇസ്ലാമിക ഭീകര ജിഹാദികളുടെ കുഴലൂത്തുകാരായി മാതൃഭൂമി ദിനപത്രം മാറി എന്ന് പറയുമ്പോ വളരെ ആശങ്കയോടെ കാണുന്നു. അതിന്റെ മെജോറിറ്റി ഓഫ് ഷെയർസ് ഓഹരി ഉടമകളിൽ നിന്നും അതിന്റെ ഒരു വൻതോതിൽ ഓഹരികളെല്ലാം തന്നെ ഈ ജിഹാദികൾ വാങ്ങിക്കൂട്ടി ഒഴുകി. 2006 അന്നത്തെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്ന ശ്രീമാൻ സഖാവ് അച്യുതാനന്ദന്റെ മേശപ്പുറത്ത് വന്ന റിപ്പോർട്ട്, പോലീസ് റിപ്പോർട്ട്, ഇവിടെ കണ്ടെയ്നർ കണക്കിന് വന്ന കള്ളനോട്ട് എവിടെ പോയി എന്നതിന്റെ അന്വേഷണം കത്തിച്ചാമ്പലായി എങ്കില് ആ കള്ളപ്പണം ഉപയോഗിച്ചുകൊണ്ടായിരിക്കണം ഒരുപക്ഷെ. അങ്ങനെ ആരെയും സംശയിച്ചാൽ അവരെ ആരെയും തന്നെ കുറ്റപ്പെടുത്താൻ കഴിയില്ല. എങ്ങനെ, എന്തുകൊണ്ട് ഇത്തരത്തില് KP കേശവമേനോനെ പോലെയുള്ള മഹാരഥന്മാര് നയിച്ച മാതൃഭൂമി പോലെയുള്ള ഒരു ദിനപത്രം ഇത്ര അപഹാസ്യമായ ഈ നടപടിയിലേക്ക് നീങ്ങണമെങ്കിൽ അത് നിശ്ചയമായും ജിഹാദികളുടെ മനഃപൂർവമായ ബോധപൂർവമായ സമ്മർദ്ദ തന്ത്രത്തിന് മുമ്പില് മുട്ടുമടക്കിക്കൊണ്ടാണ് ഇന്ന് ഈ മുഖപ്രസംഗവും അല്ലെങ്കിൽ ഇന്ന് ഈ വാർത്ത അവര് ഇത്രയും പ്രാധാന്യത്തോടുകൂടി, ഇത്രയും ഗൗരവത്തോടുകൂടി ഈ വാർത്ത പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. അപ്പൊ ഇതിനെ സംബന്ധിച്ച് നാം നോക്കുന്ന സമയത്ത് ഒരൊറ്റ വ്യക്തമായ ഒരു സാഹചര്യം എന്താണ്? ഇതിനെ ജിഹാദികളുടെ ഒരു ഓപ്പറേഷൻ, ഹിന്ദുത്വത്തെ അപമാനിക്കുക. മറ്റൊരു ഘടകകക്ഷിയായിരുന്നില്ല ഒവൈസി ആർക്ക് വേണ്ടിയാണ് സത്യപ്രതിജ്ഞ ചെയ്യുന്ന സമയത്ത് പാലസ്തീന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് പാർലമെന്റില് ഒരു ജനാധിപത്യ മര്യാദ അനുസരിച്ച് തെരഞ്ഞെടുക്കപ്പെട്ട ഒരു പാർലമെന്റ് അംഗം
ഏത് സാഹചര്യത്തിലാണ് അയാൾ അവിടെ പാലസ്തീന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ജയ് വിളിച്ചുകൊണ്ട് സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ അവസാനിപ്പിക്കുന്നതെന്ന് മനസ്സിലാക്കുമ്പോൾ അവരുടെയൊക്കെ മനസ്സിലിരിപ്പ് എത്ര തീവ്രതയുള്ള ഭീകരവാദമാണ് ഇവരുടെ ഹൃദയത്തിനുള്ളിലുള്ളത്. ഇവരുടെ എല്ലാം ടാർഗറ്റ് DMK-യുടെ ആയാലും OYC-യുടെ ആയാലും കോൺഗ്രസിന്റെ ആയാലും രാഹുൽ ഗാന്ധിയുടെ ആയാലും എല്ലാം തന്നെ ഹിന്ദു വിരുദ്ധത മാത്രമാണ്. മാതൃഭൂമിയുടെയും മലയാള മനോരമയുടെയും എല്ലാം തന്നെ അതേപോലെ തന്നെയാണ് കൈരളിയുടെയും ദേശാഭിമാനിയുടെയും ചന്ദ്രികയുടെ എല്ലാം തന്നെ ഉള്ള ഒരേ മനോഭാവമാണ്. ഇവരുടെ എല്ലാം ടാർഗറ്റ് ഹിന്ദുത്വത്തെ, ഈ വിശ്വശാന്തിക്ക് വേണ്ടി, ലോക സമാധാനത്തിന് വേണ്ടി, എല്ലാ മനുഷ്യരെയും ഒരേപോലെ കാണാൻ, തൂണിലും തുരുമ്പിലും പുല്ലിലും പുഴുവിലും സർവേശ്വരൻ നിലകൊള്ളുന്നു എങ്കിൽ അതിനെ ഒന്നിനെയും വെറുക്കാൻ ആർക്കും അവകാശമില്ല എന്ന് പഠിപ്പിക്കുന്ന ആ മഹാതത്വ സംഹിതയെ മുറുകെ പിടിച്ച് ജീവിക്കുന്ന ജനകോടികളെ ആക്ഷേപിക്കുന്നവൻ എന്തറിഞ്ഞുകൊണ്ടാണ് ഈ ആക്ഷേപ ശരങ്ങള് ഉന്നയിച്ചത് എന്ന് അയാൾ മറുപടി പറഞ്ഞ മതിയാവുകയുള്ളൂ. അല്ല എങ്കിൽ ലോക സമക്ഷം ഹൈന്ദവ സമൂഹത്തോട് ഇന്ത്യൻ പാർലമെന്റിനുള്ളിലും പുറത്തും രാഹുൽ ഗാന്ധി മാപ്പ് പറഞ്ഞ മതിയാവുകയുള്ളൂ. അല്ലാതെ അയാൾക്ക് ഈ നാട്ടില് എന്താ പറയുന്നത്, ഇനി രാഷ്ട്രീയ പ്രവർത്തനം ചെയ്ത് പാർലമെന്റിൽ വരാൻ പറ്റാത്തതായ സാഹചര്യം ഹിന്ദു നാമധാരികളായ കോൺഗ്രസ് നേതൃത്വം അതിന് മറുപടി കൊടുക്കണം എന്നാണ് വിശ്വ ഹിന്ദു പരിഷത്തിന്റെ ഒരു ചുമതലപ്പെട്ട വ്യക്തി എന്ന നിലയിൽ എനിക്ക് സർവ ഹൈന്ദവ സമൂഹത്തോടും അഭ്യർത്ഥിക്കുവാനുള്ളത്. ജയസൂര്യൻ സാർ, ഇതിന്റെ രാഷ്ട്രീയ വശങ്ങൾ കൂടി, കാരണം നമ്മൾക്കറിയാം ഇന്നിപ്പോൾ അയാൾ ജയിച്ചിട്ടുള്ളത്, ലക്ഷക്കണക്കിന് വോട്ടുകൾ നേടി വിജയിച്ചിട്ടുള്ളത് ഈ പറയുന്ന അയാൾ സുഖിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇസ്ലാമിക ജിഹാദികളുടെ മാത്രം വോട്ട് കൊണ്ടോ അതല്ലെങ്കിൽ ക്രിസ്ത്യാനികളുടെ വോട്ട് കൊണ്ടോ നമ്മൾ തരംതിരിച്ച് പറയുകയല്ല, പക്ഷെ ഇവിടെ അത് പറയേണ്ടി വരികയാണ്. അത്തരത്തിൽ അതിന്റെ ഒരു രാഷ്ട്രീയ വശങ്ങൾ കൂടി നിരീക്ഷിച്ചുകൊണ്ട് അങ്ങയുടെ ആ ഒരു കാഴ്ചപ്പാട് എങ്ങനെയാണ് വരുന്നത്? രാഹുൽ ഗാന്ധി നടത്തിയ പ്രസംഗം അദ്ദേഹത്തിന് കിട്ടിയ പദവിയെ തിരിച്ചറിയാത്ത ഒരു പ്രസംഗമാണ്. അതായത് രാഹുൽ ക്യാബിനറ്റ് റാങ്കുള്ള പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് ഇരിക്കുമ്പോൾ നീലക്കുറുക്കൻ രാജാവായതുപോലെയാണ് എനിക്ക് മനസ്സിലാകുന്നത്. നീലക്കുറുക്കൻ രാജാവായതിന്റെ കഥയൊക്കെ നമുക്കറിയാം. അതുപോലെയാണ് ഇയാള് പ്രതിപക്ഷ നേതാവായത്. പക്ഷേ അതിനധികം സമയം വേണ്ടി വന്നില്ല. ആരോ ഒരാൾ കൂവിയപ്പോ നീലക്കുറുക്കനും കൂവി. ഇവിടെ ആരോ ഒരാൾ കൂവേണ്ടി വന്നില്ല, അതിനു മുമ്പ് തന്നെ നീലക്കുറുക്കൻ കൂവി. ഏത്? പ്രതിപക്ഷ നേതൃസ്ഥാനം എന്ന് പറയുന്ന ക്യാബിനറ്റ് റാങ്കിൽ കയറിയിരുന്നതിന്റെ സന്തോഷം കൊണ്ട് അറിയാതെ കൂവിപ്പോയതാ. അപ്പോ പെട്ടെന്ന് ലോകത്തിന് മുഴുവൻ മനസ്സിലായി ഇയാൾ ആരാണ്, ഇയാളുടെ നിലവാരം എന്താണ്. നമുക്കറിയാമല്ലോ അദ്ദേഹത്തിന്റെ ഡ്രസ് കോഡ്. ഒരു ജിമ്മിൽ പോയിട്ട് മസിൽ പെരുപ്പിക്കുന്ന പരിപാടിക്ക് പങ്കെടുക്കുന്നത് പോലെ പ്രതിപക്ഷ നേതാവിന്റെ ക്യാബിനറ്റ് റാങ്കുള്ള സ്ഥാനത്തിരുന്നു കൊണ്ട്, അതായത് ഷാഡോ പ്രൈം മിനിസ്റ്റർ എന്നാണ് പ്രതിപക്ഷ നേതാവിനെ വിളിക്കുക, ഷാഡോ പ്രൈം മിനിസ്റ്റർ. അതായത് ഈ പ്രൈം മിനിസ്റ്റർ കഴിഞ്ഞാൽ അടുത്ത തവണ പ്രൈം മിനിസ്റ്റർ ആവാൻ സാധ്യതയുള്ള വ്യക്തി എന്നുള്ള അർത്ഥത്തിലാണ് ഷാഡോ പ്രൈം മിനിസ്റ്റർ എന്ന് പറയുക. അത്രയും മഹത്വമാർന്ന, അത്രയും ഗൗരവമുള്ള ഒരു പദവിയിലിരിക്കുന്ന വ്യക്തി ഏതാണ്ട് ഒരു ഗുസ്തി മത്സരത്തിന് പോകുന്ന രീതിയിലുള്ള ഡ്രസ് കോഡുമായി വന്ന് അദ്ദേഹം നടത്തിയ പ്രസംഗത്തെ നമുക്ക് അതിൻ്റെതായ ഒരു നിലവാരമനുസരിച്ച് ഉപമിക്കണമെങ്കിൽ ബഹുമാനപ്പെട്ട നിങ്ങൾ രണ്ടുപേരും ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന ലക്ഷക്കണക്കിന് പ്രേക്ഷകരും എന്നോട് ക്ഷമിക്കണം എന്ന മുൻകൂർ ജാമ്യം എടുത്തുകൊണ്ട് പറയാണ്, രാഹുൽ ഗാന്ധിയുടെ പ്രസംഗത്തെ ഉപമിക്കണമെങ്കിൽ മലയാളത്തിലെ ഏറ്റവും വൃത്തികെട്ട ഒരു ഉപമ ഉപയോഗിച്ചേ പറ്റുള്ളൂ. അത് ഇതാണ്. ഞാൻ ഒന്നുകൂടെ പറയാണ്, ഞാൻ ഇങ്ങനെ പറയേണ്ടി വന്നതിൽ ക്ഷമിക്കണം. അല്ലാതെ ഞാൻ നോക്കിയിട്ട് ഈ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗത്തെ ഉപമിക്കാൻ വേറെ ഒരു സാധനവും കിട്ടാനില്ല. അതുകൊണ്ടാണ്. അതായത് ഞങ്ങളുടെ നാട്ടിലൊക്കെ പറയും, തൂറാത്തോൻ തൂറിയപ്പോ തീട്ടം കൊണ്ട് ആറാട്ടം എന്ന് പറയും. അതാണ് രാഹുൽ ഗാന്ധി നടത്തിയത്. പിന്നെ അതിന്റെ വിതരണാവകാശം കേരളത്തിൽ ചില ആൾക്കാർ ഏറ്റെടുത്തു എന്നുള്ളത് ഇന്ന് രാവിലെ പത്രം കണ്ടപ്പോൾ മനസ്സിലായി. ഇത് കേരളത്തിന് പുറത്ത് ഒരു പത്രക്കാരും ഏറ്റെടുത്തില്ല, പക്ഷെ കേരളത്തിൽ അതിന്റെ മുതലും പലിശയും ചേർത്ത് ഏറ്റെടുത്തു. കാരണം ഇവിടെ സൂചിപ്പിച്ചതുപോലെ രാജ്യവിരുദ്ധ ശക്തികളുടെ പണം കൊണ്ട് നടത്തുന്ന പത്രങ്ങൾ, ചാനലുകൾ, അങ്ങനെയുള്ളവർക്ക് ഇത് വലിയ അമൃത് പോലെയാണ് തോന്നിയത്. രാഹുൽ ഗാന്ധിയുടെ ആ വിസർജ്യം
വളരെ അമൃത് പോലെ ഉപയോഗിച്ച രാജ്യവിരുദ്ധ മാധ്യമങ്ങൾ കേരളത്തിൽ അത് ആഘോഷിക്കുകയായിരുന്നു. പക്ഷെ നമ്മൾ ഇതൊക്കെ പറയുമ്പോൾ ഏറ്റവും ദുഃഖകരമായ ഒരു കാര്യം ശ്രീ രാജശേഖരൻജി പറഞ്ഞതുപോലെ നമ്മുടെ ജനാധിപത്യത്തിന്റെ ശ്രീകോവിലാണ് ഇവർ ഈ അമേധ്യത്തിന്റെ ആറാട്ട് നടത്തുന്നത്. അപ്പോൾ രാജ്യം എന്ന് പറയുന്ന ജനാധിപത്യത്തിന്റെ ഏറ്റവും വലിയ മാതൃക, ലോകത്ത് ഏറ്റവും കൂടുതൽ ജനങ്ങൾ വോട്ട് ചെയ്യുന്ന, ഏറ്റവും കൂടുതൽ പാർലമെന്റ് അംഗങ്ങളെ തെരഞ്ഞെടുക്കുന്ന, ഏറ്റവും വലിയ ജനാധിപത്യ പ്രക്രിയയിലൂടെ ലോകത്തിന് മാതൃകയാവുന്ന ഭാരതത്തിന്റെ പാർലമെന്റിലാണ് ഉത്തരവാദപ്പെട്ട ഒരു പ്രതിപക്ഷ നേതാവിന്റെ കന്നിപ്രസംഗം ഇതുപോലെ വികൃതമാക്കപ്പെട്ടത്. അത് അദ്ദേഹം അറിഞ്ഞോ അറിയാതെയോ അദ്ദേഹത്തിനെ കൊണ്ട് ഈ പ്രസംഗം ചെയ്യിപ്പിച്ച ശക്തികൾ നടപ്പിലാക്കിയ ഒരു അജണ്ട തന്നെയാണ്. ആ അജണ്ടയാണ് ചട്ടുകം പോലെ നിന്ന് രാഹുൽ ഗാന്ധി നിർവഹിച്ചു കൊടുത്തത്. ആരുടെ ചട്ടുകം എന്നുള്ളത് ഇന്ത്യയിലെ ജനങ്ങൾ അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ട കാര്യമാണ്. ഇവിടുത്തെ മാധ്യമങ്ങൾ അത് ചെയ്യില്ല എന്നുള്ളത് നമ്മൾ കണ്ടു കഴിഞ്ഞു. അപ്പോൾ ജനങ്ങൾ തന്നെ അത് കണ്ടുപിടിക്കേണ്ടി വരും. കാരണമുണ്ട്, നമ്മുടെ ജനാധിപത്യത്തെ ശുദ്ധീകരിക്കണമെങ്കിൽ ജനങ്ങൾക്ക് മാത്രമേ കഴിയൂ. ആ ജനങ്ങളെ കബളിപ്പിച്ചുകൊണ്ടാണ് ഈ തരത്തിലുള്ള ഒരു സ്ഥാനത്ത് രാഹുൽ ഗാന്ധി എത്തിയത് എങ്കിൽ അയാളുടെ മുഖം മൂടി അഴിഞ്ഞു വീഴുന്ന പ്രസംഗമാണ് ആദ്യം തന്നെ നമ്മൾ കേട്ടത്. ഇതിന്റെ പിന്നിൽ യഥാർത്ഥത്തിൽ വംശ പാരമ്പര്യമുണ്ട്. അത് വളരെ വളരെ വ്യക്തമാണ്. ഞാനൊരു ഹിന്ദു അല്ല എന്ന് പ്രഖ്യാപിച്ച, ഹിന്ദുവായിട്ട് എന്നെ വിളിക്കുന്നതിനേക്കാൾ ഞാൻ ഇഷ്ടപ്പെടുന്നത് കഴുത എന്ന് വിളിക്കാനാണ് എന്ന് പറഞ്ഞ ജവഹർലാൽ നെഹ്റുവിന്റെ സന്തതി പരമ്പരയിലെ അവസാനത്തെ കണ്ണി എന്ന നിലയിലാണല്ലോ ഇയാൾ ഇപ്പോൾ പ്രകടനം നടത്തുന്നത്. അപ്പോൾ ഹിന്ദു വിരുദ്ധനായതിൽ തെറ്റില്ല. മാത്രമല്ല, ഇദ്ദേഹത്തിന്റെ മാതാപിതാക്കൾ ഏത് മതാചാര പ്രകാരമാണ് തങ്ങളുടെ ജീവിതം നയിച്ചതും നയിക്കുന്നതും എന്നുള്ളതും വളരെ വ്യക്തമാണ്. അപ്പോൾ ഹിന്ദു വിരുദ്ധനായേ പറ്റൂ. എന്നാൽ ഈ ഹിന്ദു വിരുദ്ധത മറ്റൊരു രാഷ്ട്രീയ ആംഗിളോട് കൂടിയാണ് എന്ന് എനിക്ക് തോന്നുന്നു. അതായത് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെ ക്രൈസ്തവ ഭൂരിപക്ഷ സംസ്ഥാനങ്ങളെല്ലാം BJP ഭരിക്കുന്നു. ക്രൈസ്തവർക്ക് വലിയ മുൻതൂക്കമുള്ള ഗോവ BJP ഭരിക്കുന്നു. കേരളത്തിലെ ക്രൈസ്തവർക്ക് നല്ല മുൻതൂക്കമുള്ള തൃശ്ശൂരിൽ BJP ജയിക്കുന്നു. അപ്പോൾ ക്രൈസ്തവ ഹൈന്ദവ ഒരു ഐക്യം വടക്ക് മുതൽ തെക്ക് വരെ രൂപപ്പെട്ടു വരുന്നു എന്ന് മനസ്സിലാക്കിയ ബുദ്ധിജീവികൾ, അന്താരാഷ്ട്ര ബുദ്ധിശക്തികൾ, ഭാരതവിരുദ്ധ ശക്തികൾ ആ ഡീപ് സ്റ്റേറ്റ് ഇവിടെ നടപ്പാക്കുകയാണ് ചെയ്തത്. അതായത് ഹിന്ദുത്വത്തിനെതിരെ രാഹുൽ ഗാന്ധി ആഞ്ഞടിക്കുക എന്ന് പറഞ്ഞാൽ ഇതിന്റെ അർത്ഥം രാഹുൽ ഗാന്ധിയുടെ മതവിശ്വാസത്തിലുള്ളവരെ BJPയിൽ നിന്ന് അകറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു യുദ്ധപ്രഖ്യാപനമാണ് അവിടെ നടത്തിയത്. ഇതൊരു അന്താരാഷ്ട്ര അജണ്ടയാണ്. ഇതൊരിക്കലും ദേശീയ അജണ്ടയല്ല. നമുക്കറിയാം, ഇത്തവണത്തെ ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് പ്രതിപക്ഷത്തോടോ ഇന്ത്യ മുന്നണിയോടോ അല്ല ദേശീയ ജനാധിപത്യ സഖ്യവും നരേന്ദ്രമോദിജിയും ഏറ്റുമുട്ടിയത്. ചൈനയും പാകിസ്ഥാനും ജർമ്മനിയും ബ്രിട്ടനും അമേരിക്കയും കാനഡയും ആസ്ട്രേലിയയും അടക്കമുള്ള ലോകത്തിലെ വലുതും ചെറുതുമായ രാഷ്ട്രങ്ങൾ ഭാരതത്തിനെതിരെ കൈകോർത്ത് നിന്നുകൊണ്ട് മൂന്നാമത്തെ ലോകശക്തിയായിട്ട് വളർന്നു വന്ന ഭാരതത്തെ തകർക്കാൻ വേണ്ടിയുള്ള അന്താരാഷ്ട്ര അജണ്ടയാണ് ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് രംഗത്ത് അവർ പയറ്റിയത്. പക്ഷെ അവർ പരാജയപ്പെട്ടു പോയി. മൂന്നാം തവണയും കോൺഗ്രസിനെ തൂത്തെറിയുകയും മൂന്നാം തവണയും ഭരണം നരേന്ദ്രമോദിയുടെ കയ്യിൽ ഏൽപ്പിക്കുകയും ചെയ്തുകൊണ്ട് ഭാരത ജനത വളരെ ശക്തമായ നിലപാടെടുത്തു എന്നുള്ളത് വ്യക്തമാണ്. അതുപോലെ തന്നെയാണ് ഇന്ത്യ സഖ്യത്തില് ഇപ്പോൾ ഈ പ്രസ്താവന ഉണ്ടാക്കാൻ പോകുന്ന ഭൂകമ്പങ്ങൾ. ഞാൻ ഈ പ്രസ്താവനയെ കോൺഗ്രസിന്റെ ഒരു പ്രസ്താവനയായി കാണുന്നില്ല. ഈ പ്രസ്താവനയോടുകൂടി എല്ലാം അവസാനിച്ചു എന്ന് കരുതുന്നില്ല. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇത് പ്രശ്നങ്ങളുടെ തുടക്കം തന്നെയാണ്. കാരണമുണ്ട്, ഇവിടെ നമ്മൾ മൃദു ഹിന്ദുത്വമെന്നും കടു ഹിന്ദുത്വമെന്നും ഒക്കെ പറയുമ്പോൾ ആ കൊടും ഹിന്ദുത്വം ഉപയോഗിച്ചുകൊണ്ടാണ് പല സംസ്ഥാനങ്ങളിലും കോൺഗ്രസ് പാർട്ടി അവരുടെ സീറ്റുകൾ നേടിയത്. അവിടെ അവർക്ക് മറുപടി പറയേണ്ടി വരും. അതുപോലെ ശിവസേന അടക്കം അകാലിദൾ അടക്കമുള്ള ഘടകകക്ഷികൾ ഇന്ത്യ മുന്നണിയിൽ എന്ത് നിലപാടെടുക്കും എന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടി വരും. അത് മാത്രമല്ല, ഇന്ന് 98 സീറ്റ് 99 സീറ്റ് ഉണ്ട് എന്നൊക്കെ പറയുന്ന കോൺഗ്രസ്, അതിൽ ദക്ഷിണേന്ത്യൻ കോൺഗ്രസും ഉത്തരേന്ത്യൻ കോൺഗ്രസും രണ്ടായിട്ട് ചിന്തിക്കണം. കാരണം ദക്ഷിണേന്ത്യയില് ഹിന്ദു വിരുദ്ധം എന്ന് പറഞ്ഞാലാണ് വോട്ട് കിട്ടുക.
എന്നാൽ കർണാടക മുതൽ വടക്കോട്ട് പോയാൽ ഹിന്ദുത്വം പറഞ്ഞാലാണ് വോട്ട് കിട്ടുക. അങ്ങനെയെങ്കിൽ ഈ തരത്തിലുള്ള ഒരു ഡിവിഷൻ സ്വന്തം പാർട്ടിയിൽ തന്നെയാണ് രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന മഹാവിഡ്ഢി ഇപ്പോൾ വിതച്ചിരിക്കുന്നത്. അതായത് കോൺഗ്രസ് പാർട്ടിയില് ഹിന്ദു പക്ഷപാതമുള്ള ആൾക്കാരും ആന്റി ഹിന്ദുക്കളും എന്ന രണ്ട് നിലയിലേക്ക് കോൺഗ്രസ് പാർട്ടിയിലെ പിമാർ മാറി ചിന്തിക്കേണ്ട രാഷ്ട്രീയ സാഹചര്യം ഉണ്ടാവും. ഇല്ലെങ്കിൽ അടുത്ത ഇലക്ഷനിൽ ജയിക്കില്ല എന്ന അവസ്ഥ വരും. അങ്ങനെ വന്നാൽ കോൺഗ്രസ് പാർട്ടി നെടുകെ പിളരുന്ന ഒരു പ്രസ്താവനയാണ്, ഒരു പ്രസംഗമാണ് രാഹുൽ ഗാന്ധി നടത്തിയത്. അത് മനസ്സിലാക്കാനുള്ള കഴിവും ബുദ്ധിയൊന്നും രാഹുൽ ഗാന്ധിക്കില്ല, അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയെ ഉപദേശിച്ചവർക്കില്ല. അന്താരാഷ്ട്ര ശക്തികളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ പ്രതിപക്ഷ നേതാവ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും, രാഹുൽ ഗാന്ധിയുടെ കോൺഗ്രസ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും, അവർക്കിവിടെ അവരുടെ അജണ്ട നടപ്പാക്കാൻ ആവശ്യമായ പിന്തുണ കൊടുക്കുന്ന മാധ്യമങ്ങളുണ്ട്, അതുപോലെ NGO-കളുണ്ട്, ചെറുകിട രാഷ്ട്രീയ പാർട്ടികൾ അവരെ സ്പോൺസർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം ചേർത്തിട്ട് ഭാരതവിരുദ്ധമായിട്ടുള്ള അവരുടെ പ്രചരണ പരിപാടികൾ മുന്നോട്ട് കൊണ്ടുപോവുക തന്നെ ചെയ്യും. അവരുടെ ഒരു പ്രതീക്ഷ ഈ തരത്തിൽ ഉള്ള ഒരു നീക്കത്തിലൂടെ BJP-യെ ദുർബലപ്പെടുത്താം എന്നാണ്. പക്ഷെ സംഭവിക്കാൻ പോകുന്നത്, ഇന്ത്യ മുന്നണിയിൽ ഈ പ്രസംഗമുണ്ടാക്കുന്ന കോളിളക്കങ്ങൾ അടിത്തട്ടിലൂടെ പ്രചരിക്കുകയും അത് ഇന്ത്യ മുന്നണിയിലെ ഘടകകക്ഷികളുടെ നിലനിൽപ്പിനെ തന്നെ ഗുരുതരമായി ബാധിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് പോകുന്നത്. അങ്ങനെ പോയാൽ ഇന്ത്യ മുന്നണി തകരും, അതിലെ പല ഘടകകക്ഷികളും NDA-യിലേക്ക് വരും, അതുപോലെ തന്നെ കോൺഗ്രസ് പാർട്ടി നെടുകെ പിളരും. അതിന്റെ ഒരു ഭാഗം ദേശീയ ജനാധിപത്യ സഖ്യത്തോടൊപ്പം ചേർന്നാൽ അത്ഭുതപ്പെടാനില്ല. അപ്പോൾ സ്വന്തം ഇരിക്കുന്ന കൊമ്പ് മുറിക്കുന്ന നിലപാടാണ് രാഹുൽ ഗാന്ധി ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. ഇതിന്റെ പിന്നില് ഭാരതത്തെ അട്ടിമറിക്കാനുള്ള ശക്തികളുടെ എല്ലാ നീക്കങ്ങളും ഉണ്ട്. അവരുടെ ഭാഗത്ത് നിലയുറപ്പിച്ചിരിക്കുന്ന മാധ്യമങ്ങളെയും മാധ്യമ പ്രവർത്തകരെയും കൃത്യമായി ഐഡന്റിഫൈ ചെയ്യാൻ നമുക്ക് ഈ അവസരം പ്രയോജനപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്തൊക്കെയായിരുന്നു രാഹുൽ ഗാന്ധി ഈ പാർലമെന്റ് സെഷന് മുമ്പ് പറഞ്ഞത്? ആദ്യമായി പാർലമെന്റിൽ അവതരിപ്പിക്കുന്ന ഏറ്റവും വലിയ വിഷയം ഇന്ത്യയിലെ സെൻസെക്സിന്റെ ഇടിവായിരിക്കും, നിഫ്റ്റിയുടെ ഇടിവായിരിക്കും, ഷെയർ മാർക്കറ്റിലെ തകർച്ചയായിരിക്കും എന്ന് പറഞ്ഞു. പക്ഷെ ഇതുവരെ മിണ്ടിയിട്ടില്ലല്ലോ, ആ വിഷയം പാർലമെന്റിൽ ഉന്നയിച്ചില്ലല്ലോ. അതേപോലെ തന്നെ അദാനി അംബാനിക്കെതിരെ ജപിച്ചുകൊണ്ടിരിക്കുന്ന ജപമൊക്കെയും ആക്രോശമൊക്കെയും ഇപ്പോൾ നിർത്തിയല്ലോ. ആ വിഷയം എന്തുകൊണ്ട് പാർലമെന്റിൽ പറഞ്ഞില്ല? അപ്പോൾ അവരുടെ ഒരു നിലപാടില്ലായ്മ ഇതിൽ നിന്ന് വളരെ വ്യക്തമാണ്. അപ്പോൾ എന്താണോ ഞങ്ങൾ പാർലമെന്റിൽ ഉന്നയിക്കുമെന്ന് പറഞ്ഞത്, ആ കാര്യങ്ങൾ ഉന്നയിക്കാതെ തടി തപ്പുകയും പകരം ഇതേപോലെയുള്ള ചില കോമാളിത്തരങ്ങൾ കാണിച്ചുകൊണ്ട് രംഗത്ത് വരികയും ചെയ്തു. ഇപ്പോൾ നിയമപരമായി നോക്കിയാൽ പ്രതിപക്ഷ നേതാവിന് ഒരു ഇമ്മ്യൂണിറ്റി ഉണ്ട്. അതായത് അദ്ദേഹത്തിനെതിരെ ക്രിമിനൽ കേസ് എടുക്കണമെങ്കിൽ പെട്ടെന്ന് പോലീസിന് FIR ഇടാൻ പറ്റില്ല. ആ ഒരു ഭരണഘടനാ സംരക്ഷണമുണ്ട്. ആ സംരക്ഷണത്തിന്റെ മറവിൽ നിന്നുകൊണ്ടാണ് നിയമവിരുദ്ധമാകുമായിരുന്ന, ക്രിമിനൽ കുറ്റമാകുമായിരുന്ന ഈ ഒരു കുറ്റം അദ്ദേഹം ചെയ്തിരിക്കുന്നത്. അത് ഉപദേശിച്ചു കൊടുക്കുന്ന ബുദ്ധിജീവികളും അദ്ദേഹത്തിന് ഉണ്ടായിരിക്കാം. എന്തു തന്നെയാണെങ്കിലും ഒരു കാര്യം വളരെ വ്യക്തമായി, നെഹ്റു വംശ പാരമ്പര്യത്തിന് ഉണ്ടായിരുന്ന ഹിന്ദു വിരുദ്ധമായ നിലപാട്, ദേശവിരുദ്ധമായ നിലപാട് രാഹുൽ ഗാന്ധി മറയില്ലാതെ വ്യക്തമാക്കി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അത് നിങ്ങൾക്ക് അബദ്ധം പറ്റിയതാണെങ്കിൽ പിൻവലിക്കാം എന്ന് സ്പീക്കറുടെ ഭാഗത്തു നിന്നൊക്കെ നിർദ്ദേശമുണ്ടായപ്പോൾ അതല്ല, ഞാൻ അതിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു എന്നുള്ള നിലപാടാണ് അദ്ദേഹം സ്വീകരിച്ചത്. പക്ഷെ ഇന്ന് വീണ്ടും സ്വന്തം പാർട്ടിക്കാരോ മറ്റുള്ളവരോ ആരോ ഉപദേശിച്ചിട്ടായിരിക്കാം ഞാൻ ഉദ്ദേശിച്ചതിന്റെ ഉദ്ദേശം വേറെയാണ് എന്നുള്ള മട്ടിലുള്ള വ്യാഖ്യാനത്തിലേക്ക് അദ്ദേഹത്തിന് വരേണ്ടി വന്നു. എന്ന് പറഞ്ഞാൽ അടിച്ചത് ആരെയാണെങ്കിലും അടി കിട്ടിയത് കോൺഗ്രസിന് തന്നെയാണെന്നും രാഹുൽ ഗാന്ധിക്ക് തന്നെയാണെന്നും പതുക്കെ തിരിച്ചറിവ് വരുന്നുണ്ട്. ആ തിരിച്ചറിവ് അവരെ രക്ഷിക്കട്ടെ എന്നാണ് എനിക്ക് ആശംസിക്കാനുള്ളത്. എന്നാൽ ഈ തിരിച്ചറിവ് ഇന്ത്യയിലെ ജനങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് ഞാൻ കരുതുന്നു. കോൺഗ്രസ് പാർട്ടി എന്ന പാർട്ടി, അതിന്റെ നേതാക്കൾ, അവരൊക്കെ തന്നെ കാണിക്കുന്ന മതേതരത്വം ആ ഒരു നേരത്തെ വോട്ടിനു വേണ്ടിയാണ്. അതായത് കേരളത്തിൽ വരുമ്പോൾ ഒരു വേഷം കെട്ടുന്നു, കാശ്മീരിൽ പോകുമ്പോൾ മറ്റൊരു വേഷം കെട്ടുന്നു, ഉത്തരേന്ത്യയിൽ മറ്റൊരു നിലപാടെടുക്കുന്നു, ദക്ഷിണേന്ത്യയിൽ വേറൊരു നിലപാടെടുക്കുന്നു. ദക്ഷിണേന്ത്യയെ വിഭജിക്കണമെന്നും കട്ടിംഗ് സൗത്തിനെ കുറിച്ചും പറയുന്നവരെ പിന്തുണയ്ക്കുന്നു. അതുപോലെ കാശ്മീർ ഇന്ത്യയുടേതല്ല എന്ന് പറഞ്ഞ അരുന്ധതി റോയിയെ ശശി തരൂര് പിന്തുണയ്ക്കുന്നു. അപ്പോൾ ആര് തന്നെയാണെങ്കിലും
ഏത് സംസ്ഥാനത്താണെങ്കിലും അവരുടെ നിലപാട് ഇത് തന്നെയാണ്. തമിഴ്നാട്ടിലെ കോൺഗ്രസ് നേതാക്കന്മാർ, പ്രത്യേകിച്ച് പേരെടുത്ത് പറയേണ്ട കാര്യമില്ല, അവരൊക്കെ തന്നെ ആന്റി ഹിന്ദു, ആന്റി നാഷണൽ ആയിട്ട് സംസാരിക്കുന്നു. അതുപോലെ പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കന്മാരൊക്കെ തന്നെ ഹിന്ദുത്വത്തെ തള്ളിപ്പറയുകയും ഹിന്ദുത്വത്തെ അപമാനിക്കുകയും ചെയ്യാൻ മുന്നോട്ട് വരുന്നു. എന്തായാലും ഇത് ഇവിടുത്തെ ദേശീയ ശക്തികൾക്ക് വളരെയേറെ ബലം കൊടുക്കുന്ന, പിന്തുണ കൊടുക്കുന്ന, ജനങ്ങളെ അവർക്ക് അനുകൂലമായിട്ട് ചിന്തിപ്പിക്കുകയും ഉണർത്തുകയും പ്രവർത്തിപ്പിക്കുകയും ചെയ്യുന്ന ഒരു പ്രസ്താവനയാണ് ഇപ്പൊ പുറത്തു വന്നിരിക്കുന്നത്. രാഷ്ട്രീയമായി ശരിക്കും പത്മാസുരനായി മാറിയിരിക്കുകയാണ് രാഹുൽ ഗാന്ധി. പത്മാസുരനാവുകയാണ്. അതായത് താൻ പറയുന്നത് എന്താണ് എന്ന് അയാൾക്ക് അറിയില്ല. ഇപ്പോ പണ്ടൊക്കെയാണെ കള്ളു കുടിച്ചാൽ നമുക്ക് മണം വരും. ഇതിപ്പോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് വേറെ ഈ മണമൊന്നും വരാത്ത സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ കഴിച്ചിട്ടാണ് പാർലമെന്റ് വന്നതെന്ന് തോന്നുന്നു ഇയാളുടെ പ്രസംഗം കേട്ടാൽ. അപ്പോൾ അതിനെക്കുറിച്ചുള്ള അന്വേഷണമൊക്കെ നടത്തി നോക്കിയാൽ അറിയാം ഇതിന്റെ പുറകിൽ എന്താ സംഭവിച്ചിരിക്കുന്നത് എന്ന്. സർ, ഇയാളെ ട്രോളുകാർ പപ്പു എന്ന് വിളിക്കണേൽ തെറ്റില്ലല്ലോ, പപ്പുകുട്ടൻ. അല്ല, ഇനിയിപ്പോ പുതിയ പുതിയ വാക്കുകൾ കണ്ടുപിടിക്കേണ്ടി വരും. പപ്പു എന്ന് പറയുന്നതിന് പോലും ഒരു നിലവാരമൊക്കെ ഉണ്ടല്ലോ, ഇത് ആ നിലവാരമൊക്കെ പോയല്ലോ. അപ്പോൾ പിന്നെ ഇനി പുതിയ വാക്കുകൾ കണ്ടുപിടിക്കേണ്ടി വരും. എന്തായാലും ഇന്ത്യൻ ജനാധിപത്യത്തിന് ഏറ്റ വലിയ നാണക്കേടാണ് പ്രതിപക്ഷ നേതാവിന്റെ പ്രസംഗം. പ്രതിപക്ഷം എന്നുള്ളതിന്, ആ ഒരു പദവിക്കും പ്രതിപക്ഷ നേതാവിനും ഉണ്ടായ അങ്ങേയറ്റത്തെ വലിയ കളങ്കമാണിത്. ഇത് ആഗോളതലത്തിൽ ഇന്ത്യയുടെ ജനാധിപത്യ സംവിധാനത്തെ ആക്ഷേപിക്കപ്പെടാവുന്ന തരത്തിലേക്ക് തരം താഴ്ന്നു പോയിട്ടുണ്ട്. നെഹ്റു വംശ പാരമ്പര്യത്തിന്റെ ഹിന്ദു വിരുദ്ധതയും ദേശവിരുദ്ധതയും മറനീക്കി പുറത്തു വന്നിട്ടുണ്ട്. ഒരു കാലത്തും ഒരു ക്യാബിനറ്റ് റാങ്കിലേക്ക് വരാൻ കൊള്ളുകയില്ല എന്ന് രാഹുൽ ഗാന്ധി സ്വയം നീലക്കുറുക്കനെ പോലെ കൂകി തെളിയിച്ചിട്ടുണ്ട്. ഈ വിദേശ ശക്തികളുടെയും രാജ്യവിരുദ്ധ ശക്തികളുടെയും കയ്യിലെ ചട്ടുകം മാത്രമാണ് യാതൊരു വിധത്തിലുള്ള സഭാ മര്യാദയും പാലിക്കാത്ത, ജനാധിപത്യ മൂല്യങ്ങളെ ചവിട്ടി വെതിച്ച ഈ വ്യക്തിയുടെ പ്രകടനം. അതായത് ഒരു രാജ്യസഭയിലാണെങ്കിലും ലോകസഭയിലാണെങ്കിലും നിയമനിർമ്മാണ സഭയിലെ പവിത്രത കാത്തുസൂക്ഷിച്ചുകൊണ്ട് അവിടെ സംസാരിക്കുന്ന വ്യക്തി സ്പീക്കറെ നോക്കിയാണ് സംസാരിക്കേണ്ടത് എന്ന് നിയമവും ചട്ടമൊക്കെ ഉണ്ട്. പക്ഷെ ഇദ്ദേഹം ആരെ നോക്കിയാ സംസാരിച്ചത്? സ്പീക്കർക്ക് പുറംതിരിഞ്ഞു നിന്ന് സ്പീക്കറുടെ നേരെ പൃഷ്ഠം പ്രദർശിപ്പിച്ചുകൊണ്ടാണ് പുറകോട്ട് തിരിഞ്ഞു നിന്ന് അയാൾ സംസാരിച്ചത്. അപ്പോ ആരെയാണ് അഭിസംബോധന ചെയ്യുന്നത്? ഈ രാജ്യത്തെ 144 കോടി ജനങ്ങളെ അഭിസംബോധന ചെയ്യുന്നതിന് തുല്യമാണ് സ്പീക്കറെ അഭിസംബോധന ചെയ്യുന്നത്. ജനങ്ങളുടെ സ്പീക്കറാണ്, ജനാധിപത്യത്തിന്റെ സ്പീക്കറാണ്. ആ സ്പീക്കർക്ക് മുഖം തിരിഞ്ഞു നിൽക്കുക, പുറം തിരിഞ്ഞു നിന്നാൽ ഇയാൾ പിന്നെ ആരെയാണ് അഭിസംബോധന ചെയ്തത്? രാജ്യവിരുദ്ധ ശക്തികളെയാണ് അഭിസംബോധന ചെയ്തത്. എന്താ, നന്നായില്ലേ? ഇഷ്ടപ്പെട്ടില്ലേ? ഞാൻ തകർത്തു വാരുന്നില്ലേ എന്ന് ചോദിക്കുന്നത് രാജ്യവിരുദ്ധ ശക്തികളെയോടാണ്. ആ രാജ്യവിരുദ്ധ ശക്തികളാണ് ഇവിടെ രാഹുൽ ഗാന്ധിക്ക് കേരളത്തിൽ ഇരുന്നു കൊണ്ട് നന്ദി രേഖപ്പെടുത്തുന്നത്. അപ്പോൾ രാഹുൽ ഗാന്ധിക്ക് നന്ദി രേഖപ്പെടുത്തിയവരൊക്കെ ഏതു തരത്തിലുള്ള രാഷ്ട്രീയ നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നതെന്നും സ്വീകരിക്കാൻ പോകുന്നതെന്നും അവരുടെ പിറകിലുള്ളത് ആരാണ് എന്നും വളരെ വ്യക്തമാണ്. അതുകൊണ്ട് രാഷ്ട്രീയ രംഗത്ത് കോൺഗ്രസിന് വരാൻ പോകുന്നത് ഒരു വമ്പൻ പിളർപ്പായിരിക്കും. അതുപോലെ ഘടകകക്ഷികൾക്ക് അവരുടെ നിലപാടിൽ ആത്മപരിശോധന വരുത്തേണ്ടി വരും. ഘടകകക്ഷികൾ ദേശീയതയുടെയും ഹിന്ദുത്വത്തിന്റെയും ഭാഗത്ത് നിൽക്കുന്നവർ NDAയോടൊപ്പം ചേരേണ്ടി വരും എന്നുള്ളതാണ് ഇപ്പോൾ എനിക്കിതിന് രാഷ്ട്രീയമായി പറയാനുള്ളത്. രാജശേഖർജി, നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു കാര്യമാണ്, പറയാനുള്ള കാര്യങ്ങൾ പൂർണ്ണമായിട്ടും പറഞ്ഞതിന് ശേഷം ഹിന്ദുക്കൾക്കിട്ട് നന്നായിട്ട് നെഞ്ചത്ത് തന്നെ ചവിട്ടിയതിന് ശേഷം ഞങ്ങൾ പറഞ്ഞത് ഹിന്ദുക്കളെയും അല്ല, ഞങ്ങൾ പറഞ്ഞത് RSSകാരെയും BJPക്കാരെയും ആണ് എന്നുള്ളത് പിന്നീട് പറയാറുണ്ട്. അതുപോലെ തന്നെ നിന്നെയൊക്കെ പോലെയുള്ള ഹിന്ദു തീവ്രവാദികളെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ ഒരു രണ്ടാമതൊരു പ്രസ്താവനയായിട്ട് വരുന്നത് നമ്മളെല്ലാവരും കാണാറുണ്ട്. അത് നമ്മുടെ നമ്മുടെ രാഹുൽ ഗണ്ഡിയും അതുപോലെ തന്നെ വന്നിട്ടുണ്ട്. അയാൾ പിന്നീട് അത് തിരുത്തി പറഞ്ഞത് ഇങ്ങനെയാണ്, ഞാൻ ഉദ്ദേശിച്ചത് ഈ പറയുന്ന RSSകാരെയും BJPക്കാരെയും മാത്രമാണ്, അല്ലാതെ എല്ലാ ഹിന്ദുക്കളെയും അല്ല എന്നുള്ള രീതിയിൽ. എന്നാൽ അയാൾ ഉപയോഗിച്ചിട്ടുള്ള വാക്കുകൾ അത് ഇംഗ്ലീഷിൽ നിന്ന് മലയാളത്തിലേക്ക് പറയുകയാണെങ്കിൽ, ഹിന്ദുക്കൾ എന്ന് സ്വയം വിളിക്കുന്നവർ രാപ്പകലില്ലാതെ വിദ്വേഷത്തിലും അക്രമത്തിലും അസത്യത്തിലും മുഴുകുന്നു എന്നാണ് അയാൾ എടുത്ത് പറഞ്ഞിട്ടുള്ളത്. ഇങ്ങനെ ഈ RSSന്റെയും അതല്ലെങ്കിൽ BJPയുടെയും തലയിലേക്ക് ഇട്ടുകൊണ്ട് പിന്നീട് താൻ പറഞ്ഞ പ്രസ്താവന, അതല്ലെങ്കിൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് പൂർണ്ണമായിട്ടും അങ്ങനെ തന്നെയാണ്. അതിൽ ഇസ്ലാമിക ജിഹാദി ആണെങ്കിലും ഇതേ രീതിയിൽ തന്നെയാണ് പറയാറ്. പറഞ്ഞതിന് ശേഷം അത് RSSന്റെയും BJPയുടെയും തലയിലേക്ക് ഇടുക എന്നുള്ളത് എങ്ങനെയാണ്? ആ ഒരു പ്രസ്താവനയെ കൂടി കൂട്ടിച്ചേർത്ത് പറയുകയാണെങ്കിൽ
നമുക്ക് ഈ ഒരു വിഷയത്തെ നമ്മൾ ഒന്ന് വിശകലനം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടത്, ആദ്യമേ ഞാൻ പറയുന്നത്, RSS പ്രവർത്തകരും അതിന്റെ നേതൃത്വവും BJP പ്രവർത്തകരും BJP നേതൃത്വവും അവര് ലോകത്ത് ഒരിക്കലും രണ്ടാംകിട പൗരന്മാരൊന്നും അല്ല. അവര് ഹിന്ദുത്വ അഭിമാനികളാണ്. അതിലേറെയും ആളുകള് BJPയിൽ എല്ലാ ആളുകളും ഉണ്ടാവാം, എല്ലാ മതവിഭാഗങ്ങളും അതിൽ പ്രവർത്തിക്കേണ്ട ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്നുള്ള നിലയിൽ. ഇപ്പൊ വിശ്വ ഹിന്ദു പരിഷത്തിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വിശ്വ ഹിന്ദു പരിഷത്തില് ഹിന്ദുക്കളും മാത്രം, അതില് സനാതനധർമ്മ വിശ്വാസികൾ മാത്രം, ഹിന്ദു ധർമ്മത്തില് നിരീശ്വരവാദികളും വിഗ്രഹാരാധനയെ എതിർക്കുന്നവരും ഒക്കെ കണ്ടേക്കാം. അവരെ എല്ലാം ഭാരതത്തിൽ ജനിച്ചു വളർന്നവരെ എല്ലാം ഹിന്ദുക്കളായി കാണുന്ന ദേശീയ ബോധമാണ് രാഷ്ട്രീയ സ്വയംസേവക സംഘം പഠിപ്പിക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് അതില് സനാതനധർമ്മ വിശ്വാസികളെ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിച്ചുകൊണ്ട് സനാതനധർമ്മത്തിന്റെ പ്രചാരണത്തിന് വേണ്ടി വിശ്വ ഹിന്ദു പരിഷത്ത് പ്രവർത്തിക്കുന്നു. അവര് രണ്ടാംകിട പൗരന്മാരില്ല. അവരെ ഇയാൾക്ക് പറയാൻ എന്താ അവകാശം? ഇയാള് RSSനെ എന്നാ പിന്നെ രാഷ്ട്രീയമായിട്ട് ഈ പദപ്രയോഗം നടത്താമായിരുന്നല്ലോ. BJPക്കാര് ഈ രാജ്യത്ത് വെറുപ്പിന്റെ സന്ദേശമാണ് നൽകുന്നത്, കുറ്റകരമായ പ്രവർത്തനമാണ് ചെയ്യുന്നത്. അതിനെ നമുക്ക് രാഷ്ട്രീയമായി കണ്ടാൽ മതിയായിരുന്നു. വിശ്വ ഹിന്ദു പരിഷത്തിന് ഇതിനകത്ത് പ്രതികരിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. അത് BJPയുടെ നേതൃത്വവും അതിന്റെ പ്രവർത്തകരും അതിനെ നോക്കി കാണുമായിരുന്നു. ഇവിടെ ഹൈന്ദവ ധർമ്മത്തെയാണ് ആക്ഷേപിച്ചിരിക്കുന്നത്. അതിന് നിരവധിയായ ഉദാഹരണങ്ങൾ പറയാം. ഞാൻ നേരത്തെ സൂചിപ്പിച്ച ചിദംബരം കഴിഞ്ഞുള്ള കാര്യങ്ങള് UPA സർക്കാരിന്റെ കാലത്ത് ഒരു നിയമം കൊണ്ടുവന്നല്ലോ. സോണിയാഗാന്ധിക്ക് വേണ്ടി തയ്യാറാക്കിയ ഒരു നിയമമായിരുന്നു. അതെന്തിനു വേണ്ടിയായിരുന്നു? മതന്യൂനപക്ഷങ്ങളെ പ്രീണിപ്പിക്കുന്നതിന് വേണ്ടിയായിരുന്നു. ഒരു ഹിന്ദുവിന്റെ വീട്ടിലേക്ക് ഒരു മുസൽമാൻ വന്നിട്ട് നിന്റെ മകളെ എനിക്ക് വിവാഹം കഴിച്ചു തരണം എന്ന് പറഞ്ഞാൽ ആ ഹിന്ദു മകളെ കൊടുത്തോണം. ഇല്ല എങ്കിൽ അവന് ജാമ്യമില്ലാ വകുപ്പിൽ പെടുത്തി അവൻ അകത്താവും. അവന് കേസിന്റെ കാര്യങ്ങൾ പോലും തിരക്കാൻ കേരളത്തിലെ പിണറായിയുടെ പോലീസ് ബഹുമാന്യനായ ബൈജുവിനെ കൂട്ടിക്കൊണ്ടു പോകുന്ന അവസ്ഥ വളരെ വ്യാപകമായിട്ടുണ്ടാകുമായിരുന്നു നമ്മുടെ നാട്ടിലെങ്ങും ആ നിയമം വന്നിരുന്നെങ്കിൽ. അന്നൊരു പക്ഷേ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകർ അല്ലെങ്കിൽ അതിന്റെ ജനപ്രതിനിധികള് പ്രതിപക്ഷത്തായിരുന്നെങ്കിൽ അവരുടെ ശക്തമായ പ്രതിരോധത്തിന് മുമ്പില് കോൺഗ്രസിന് മുട്ടുമടക്കേണ്ടി വന്നത് കൊണ്ടാണ് ആ ബില്ല് നിയമമാക്കി മാറ്റാൻ അവർക്ക് കഴിയാതെ വന്നത്. അതേപോലെ ബോധവൽക്കരണത്തിലൂടെ മുഴുവൻ ജനസമൂഹവും അതിനെതിരായി പ്രവർത്തിക്കുന്നതായിട്ടുള്ള അല്ലെങ്കിൽ പ്രതിഷേധിക്കുന്നതായ സാഹചര്യം സൃഷ്ടിച്ചിരുന്നു. അന്നത് കൊണ്ടുവന്നിരുന്നു എങ്കിൽ ഇവിടെ ഹിന്ദുവിന് ജീവിക്കാൻ, ഒരു മുസൽമാനും ഹിന്ദുവും തമ്മിൽ അടിയുണ്ടായാൽ, ഒരു കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ടാൽ മുസൽമാന് രാഷ്ട്രീയമായ നിയമപരമായ എല്ലാ പരിരക്ഷയും സർക്കാർ ഉറപ്പാക്കും. ഹിന്ദുവിനോ അവൻ സ്വാഭാവികമായി പ്രതിസ്ഥാനത്തേക്ക് തള്ളപ്പെടുകയാണ്. അവന്റെ പേരിലുള്ള പരാതിക്കാരൻ ആരാണെന്ന് അറിയാനുള്ള അവകാശം പോലും നിഷേധിക്കപ്പെടുന്ന അത്ര ഫാസിസ്റ്റ് നിയമമായിരുന്നു അന്ന് അവർ കൊണ്ടുവന്നിരുന്നത്. അതെന്തിനു വേണ്ടിയായിരുന്നു? മുസ്ലിമങ്ങളെ പ്രീണിപ്പിക്കുവാൻ, മുസ്ലിമങ്ങളെ സന്തോഷിപ്പിക്കുവാൻ. അതിൽ നിന്ന് കണ്ടെത്തിയിരിക്കുന്നതാണ് കമ്മ്യൂണിസ്റ്റുകാരുടെയും അതേപോലെ കോൺഗ്രസ്സുകാരുടെയും ഇന്ത്യ മുന്നണിയുടെ എല്ലാം ഒരു അജണ്ടയാണ് ഹിന്ദുത്വത്തെയും ഹിന്ദുക്കളെയും എല്ലാ മേഖലകളിലും അധിക്ഷേപിച്ചുകൊണ്ട് ഈ മതന്യൂനപക്ഷങ്ങളുടെ കയ്യടി വാങ്ങാൻ. കാരണം അത് ഈ രാഹുൽ ഗാന്ധി ചെയ്തതിനെ സംബന്ധിച്ച് സാധാരണ എന്താ പറയുന്നത്, നമ്മുടെ ഈ ഹൈസ്കൂൾ നിലവാരത്തിലുള്ള കുട്ടികളുടെ ആ ഒരു മനസ്സിന്റെ ഉടമയുടെ സ്ഥാനത്ത് രാഹുൽ ഗാന്ധിയെ പ്രതിഷ്ഠിക്കുകയാണെങ്കിൽ അയാൾ ഒരു നന്ദി പ്രകടനം കാണിച്ചതാണ്. വയനാട് പാർലമെന്റ് മണ്ഡലത്തില്, ഒരുപക്ഷെ ഞാൻ രാഷ്ട്രീയ രംഗത്തേക്ക് കടക്കുകയല്ല, ജയസൂര്യൻ സാർ അത് പറയും, എന്നാലും ഞാനൊന്ന് ഹിന്റ് ചെയ്യുക മാത്രമേ ചെയ്യുന്നുള്ളൂ. എന്താണെന്നറിയാം, 5 നിയോജക അസംബ്ലി മണ്ഡലങ്ങള് മലപ്പുറം ജില്ലയിലാ. മുസ്ലിമങ്ങൾക്ക് വളരെ ഭൂരിപക്ഷം ഉള്ളത് കൊണ്ടാണ് അയാൾക്ക് അവിടെ ജയിക്കാനായിട്ട് സാധിച്ചത്. അപ്പൊ ഇനി പ്രിയങ്ക ഗണ്ഡിയെ കൂടെ കൊണ്ടുവന്ന് അവിടെ ജയിപ്പിക്കണമെങ്കിൽ ഇത്തരത്തില് ഒരു അപഹാസ്യമായ ഒരു നാടകം കളിച്ചേ മതിയാവുള്ളൂ. പല ഹിന്ദുക്കളും ആത്മാഭിമാനം ഉള്ളവരെ. പിന്നെ ബൈജു ചോദിച്ചതിന്റെ മറുപടിയിലേക്ക് ഞാൻ വരികയാണ്. മുമ്പേ ജയസൂര്യൻ സാർ പറഞ്ഞ പോലെ എന്നോട് ഒന്ന് ക്ഷമിക്കണം, ഞാൻ ഒരു ഇത്തിരി കടുപ്പിച്ച് പറയുകയാണ്. എന്താണെന്ന് അറിയാമോ? സ്വന്തം പിതൃത്വത്തിൽ അഭിമാനമുള്ളവന് മാത്രമേ പറഞ്ഞ വാക്കിൽ ഉറച്ചു നിൽക്കാനുള്ള ചങ്കൂറ്റം ഉണ്ടാവുകയുള്ളൂ. ഇവനൊന്നും അങ്ങനെയുള്ള ഒരു ജന്മത്തിന് അവകാശി അല്ലാത്തത് കൊണ്ടാണ്
ഇത്തരത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുന്നത്? അയാൾ പറഞ്ഞാണെങ്കിൽ അയക്കുക തന്റെ, ഞാൻ അതുകൊണ്ടാണ് വീണ്ടും ആവർത്തിക്കുകയാണ്, രാഷ്ട്രീയമായിട്ടുള്ള പ്രതികരണമായിരുന്നു എങ്കിൽ ഇന്ത്യൻ പാർലമെന്റിനുള്ളിൽ അയാൾക്ക് സങ്കോചമില്ലാതെ പ്രഖ്യാപിക്കാമായിരുന്നു, BJP-യുടെ രാഷ്ട്രീയ നയം വെറുപ്പിന്റേതാണ്, ന്യൂനപക്ഷ വിരുദ്ധമാണ്, നമുക്ക് ആർക്കും യാതൊരു പ്രശ്നമില്ല. എടാ, ഇവിടെ ഹിന്ദുവിനെ അവൻ സർവധർമ്മ സമഭാവന കാത്തു സൂക്ഷിക്കുന്ന ഒരു ധർമ്മത്തിന്റെ അതിന്റെ ഉടമസ്ഥരായിട്ടുള്ള അവരെ എന്തിനാ ഇവിടെ ഈ അനവസരത്തിൽ കൊണ്ടുവന്നത്? ഞാൻ അതാ ചോദിക്കുന്നത്. ഇയാൾക്ക് ഞാൻ ആദ്യമേ സൂചിപ്പിച്ചില്ല ചിത്തഭ്രമം ബാധിച്ചോ എന്ന്. ഈ ബനിയനകത്ത് മുമ്പേ ജയസൂര്യൻ സാർ പറഞ്ഞതുമാതിരി ഇങ്ങനെ ഈ കൊച്ചു പെമ്പിള്ളാരെ ആകർഷിക്കാൻ എന്നുള്ള നിലയില് വയസ്സനായി 50ഓളം അടുത്തു, എന്നിട്ടും എന്താണെന്ന് അറിയാം, ഈ മസിലും സിക്സ് പാക്കും ഒക്കെ ഇങ്ങനെ പിടിപ്പിച്ചു കൊണ്ടുവന്നിട്ട് അതിനിടയെന്ന് വലിച്ചൂരി എടുക്കുകയാണ് ശ്രീപരമേശ്വരന്റെ ചിത്രം. ഇവിടെ സാധാരണക്കാരനായി അടുത്തിരിക്കുന്ന എന്റെ കൂടി MP ആയിട്ടുള്ള കൊടിക്കുന്നിൽ സുരേഷിനോട് ഞാൻ ചോദിക്കുകയാണ്, എടോ കൊടിക്കുന്നിൽ സുരേഷ്, തന്റെ നേതാവായ ഈ മാന്യൻ എന്തിനു വേണ്ടിയാണ് ഇത് കൊണ്ടുവന്നത്? ഞാൻ അയാളോട് ചോദിക്കട്ടെ, നിനക്ക് ചങ്കൂറ്റമുണ്ടോ 786 ചന്ദ്രക്കലയും ആലേഖനം ചെയ്ത ഒരു ചിത്രം പാർലമെന്റിൽ ഇതുപോലെ കൊണ്ടുവന്ന് ഷർട്ടിനുള്ളിൽ നിന്ന് വലിച്ചൂരിയെടുത്ത് പ്രദർശിപ്പിക്കാനായിട്ട് ചങ്കൂറ്റമുണ്ടോ രാഹുൽ ഗാന്ധിക്ക്? ഒരിക്കലുമില്ല. യേശുക്രിസ്തുവിന്റെ ഒരു അതുപോലെ കൊണ്ടുവന്ന് പ്രദർശിപ്പിക്കാൻ അയാൾ തയ്യാറാവും? ഒന്നുമില്ല. അപ്പൊ ഇവിടെ ശ്രീപരമേശ്വരൻ അയാൾ അത് കരുതിക്കൂട്ടി ചെയ്തതാണ്. ഹിന്ദുവിന്റെ ദേവതാ സങ്കല്പത്തിൽ പരമോന്നത പദം അലങ്കരിക്കുന്ന ശ്രീപരമേശ്വരനെ തന്നെ അവിടെ അധിക്ഷേപിക്കുന്നതായ ഒരു സ്ഥിതിവിശേഷം. അപ്പൊ പിന്നെ ഞാൻ ചോദിക്കട്ടെ, ഇവിടെ BJP-കാരുടെ മാത്രം സർവേശ്വരനാണോ ശ്രീ പരമേശ്വരൻ? ഭഗവാൻ BJP-കാരുടെ മാത്രമാണോ? അതും RSS-കാരുടെ മാത്രമാണോ? വിശ്വ ഹിന്ദു പരിഷത്തുകാരന്റെയും ബജരംഗദളിന്റെയും മാത്രമാണോ? അപ്പൊ അയാൾ ഒട്ടനവധി ഹൈന്ദവ സമാജത്തെയാണ് ആക്ഷേപിച്ചിരിക്കുന്നത്, സനാതന ധർമ്മത്തെയാണ് ആക്ഷേപിച്ചിരിക്കുന്നത്, അപമാനിച്ചിരിക്കുന്നത്. ഇത് വെറുതെ വിടുമെന്ന് ഈ കുഞ്ഞുമോൻ കരുതുകയേ വേണ്ട. അവർ ഇക്കാലം അത്രയും അവരുടെ എല്ലാ പ്രവർത്തനങ്ങളും ഏത് രീതിയിലായിരുന്നു? ഹൈന്ദവ വിരുദ്ധമായ നിലപാടുകളും പ്രവർത്തനങ്ങളും എല്ലാം തന്നെയായിരുന്നു. എന്തിനു വേണ്ടി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ ചോദിക്കുന്ന ഒരൊറ്റ കാര്യമേ ഉള്ളൂ. അടിയന്തര ജനാധിപത്യത്തിനെയും ഭരണഘടനയെയും ഒക്കെ ഇത്രത്തോളം പുണരുന്നതായ കോൺഗ്രസ് 1975 അവർ പ്രഖ്യാപിച്ച ജൂൺ മാസം 25-ാം തീയതി പ്രഖ്യാപിച്ച അടിയന്തരാവസ്ഥ, ആ അടിയന്തരാവസ്ഥ ഏതെല്ലാം തലങ്ങളിലേക്ക് ജനാധിപത്യ ധ്വംസനം നടന്നിരുന്നു? അതിന്റെ മറ പിടിച്ചുകൊണ്ട് ഭാരതത്തിന്റെ ഭരണഘടനാ ശില്പികള് വളരെ വ്യക്തമാക്കിയിരുന്ന പല അനുച്ഛേദങ്ങളും അതിന് ഭേദഗതി പിന്നാമ്പുറങ്ങളിലൂടെ കടത്തിവിട്ടത് ആർക്കു വേണ്ടിയായിരുന്നു? മുസ്ലിമങ്ങളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയായിരുന്നു. യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. കേരളത്തിൽ കോൺഗ്രസ്സുകാരൻ ഭൂപരിഷ്കരണ നിയമം കൊണ്ടുവന്ന് ആരെ സൂചിപ്പിക്കാൻ വേണ്ടിയായിരുന്നു? മുസ്ലിം പ്രീണനത്തിന് വേണ്ടിയായിരുന്നു. ചത്ത കുതിരയെന്ന് വിളിച്ചിരുന്ന മലപ്പുറം ജില്ലയ്ക്ക് മുസ്ലിമങ്ങൾക്ക് വേണ്ടിയായിരുന്നില്ലേ? അവിടെ ഓരോ ഇന്നും എന്താ ചെയ്യുന്നത്? അഹമ്മദ് വിദേശകാര്യ വകുപ്പ് സഹമന്ത്രിയായിരുന്ന സമയത്ത് മാറാട് കലാപത്തിലെ തെളിവുകൾ മുഴുവൻ തളം കെട്ടിക്കിടന്ന ചോരക്കറകളും ആയുധശേഖരണവും അവിടെ നിന്ന് മാറ്റുന്നതിന് വേണ്ടി സർക്കാര്, നാം ആലോചിച്ച് നോക്കണം, ജില്ലാ മജിസ്ട്രേറ്റ് കൂടിയായിട്ടുള്ള കോഴിക്കോട് ജില്ലാ കളക്ടർ സീൽ ചെയ്ത് കസ്റ്റഡിയിൽ എടുത്തിരുന്ന മുസ്ലിം ആരാധനാലയം എനിക്ക് നിസ്കരിക്കണമെന്ന് പറഞ്ഞ് ബലം പ്രയോഗിച്ച് അതിന്റെ അറുത്ത് മാറ്റിക്കൊണ്ട് അഹമ്മദ് അകത്ത് കയറി നിസ്കരിച്ച് ചോരക്കറകൾ മുഴുവൻ കഴുകിക്കളഞ്ഞ ആയുധങ്ങൾ മുഴുവൻ അവിടെ നിന്നും തെളിവുകളും നശിപ്പിച്ചുവെങ്കിൽ അയാളുടെ പേര് കേസെടുക്കാനായിട്ട് ഗവൺമെന്റ് തയ്യാറായിരുന്നു. അന്നത്തെ ആന്റണി സർക്കാർ തയ്യാറായിരുന്നു. അപ്പൊ കോൺഗ്രസിന്റെ മുഖമുദ്രയാണ് എക്കാലവും മുസ്ലിം പ്രീണനം നടത്തിക്കൊണ്ട് അവർ മുമ്പോട്ട് പോകുന്നത്. അതിന് ഒരു പടി കൂടി അവസാനം പ്രീണിപ്പിച്ച് എല്ലാ ആനുകൂല്യങ്ങളും കൊടുത്തു അവർ മത്സരിക്കുകയാണ്. കേരളത്തിലെ ഇടതുമുന്നണിയും വലതുമുന്നണിയും മത്സരിക്കുകയാണ് മുസ്ലിം പ്രീണനം നടത്തുന്നതിന് വേണ്ടിയിട്ട്. നമ്മൾ ഓരോന്നും നോക്കണം, ഓരോ സന്ദർഭങ്ങളും നമ്മൾ നോക്കണം. ആ ഒരു സാഹചര്യത്തില് ഇവർ അതിന്റെ അടിവേരിലേക്കാണ് ചെന്നിരിക്കുന്നത്. അടിവേരിലേക്ക് ചെന്നുകൊണ്ടാണ് ഈ ഒരു സംഭവം വളരെ കൃത്യതയോടുകൂടി തന്നെ രേഖപ്പെടുത്തുകയാണ്. എന്താണ്? ഹിന്ദുക്കള് വെറുപ്പിന്റെ വ്യാപാരികളാണ്,
വെറുപ്പിന്റെ സന്ദേശവാഹകരാണ്. വെറുപ്പിന് വേണ്ടി, അതായത് അങ്ങ് മണിപ്പൂരിലെ ക്രിസ്ത്യൻ സഭകൾ പറയുന്നു മെയ്ത്തി വിഭാഗവും എതിർ വിഭാഗവും തമ്മിലുള്ള സംഘർഷമായിരുന്നു എന്ന് കേരളത്തിലെ അടക്കമുള്ള ക്രൈസ്തവ സഭകൾ വ്യക്തമാക്കിയിട്ടും മണിപ്പൂർ വിഷയത്തിൽ നിന്നും അണുവിട വ്യതിചലിക്കാൻ ഈ കോൺഗ്രസ്സുകാർ. അപ്പൊ ഇവിടെ ഈ രാജ്യത്ത് ആളുകളെ ആകമാനം മതത്തിന്റെ പേരിൽ ഛിന്ന ഭിന്നമാക്കി ഭരിക്കാൻ ശ്രമിക്കുന്നത് കോൺഗ്രസ്സുകാരനാണ്. എന്നും അത് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഹിന്ദു, നാം ആലോചിച്ചോക്കട്ടെ, ഒരു കാര്യം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഈ മാർക്സിസ്റ്റ് പാർട്ടിയിൽ അല്ലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിലായാലും കോൺഗ്രസ് പാർട്ടികളിലായാലും മഹാഭൂരിപക്ഷം ഇന്നും ഹിന്ദുക്കളാണുള്ളത്. ഈ ജന്തുക്കള് യവന്മാരുടെ അടിയും തുപ്പും ഏറ്റുവാങ്ങിക്കൊണ്ട് അവിടെ കഴിയുകയാണ്, എല്ലാവരും കഴിയുകയാണ്. നമ്മൾ കാണുന്നില്ല. ഞാൻ രാഷ്ട്രീയം പറയാനും തെറ്റിദ്ധരിക്കരുത്. അതൊക്കെ ജയസൂര്യ സാറിനോട് എന്നാലും ഞാനൊന്ന് ടച്ച് ചെയ്തു പോവുകയാണ്. തൃശ്ശൂരില് ഒരാടെ ആ അന്ത്യയാത്ര കണ്ടപ്പോ, കെ മുരളീധരന്റെ അന്ത്യയാത്ര, രാഷ്ട്രീയ അന്ത്യയാത്ര കണ്ടപ്പോ വാസ്തവത്തിൽ സങ്കടം തോന്നി. ആരോടുമില്ല എനിക്ക് എന്റെ സങ്കടങ്ങൾ പങ്കുവയ്ക്കാൻ, ഞാൻ ഇനി ഒരു തെരഞ്ഞെടുപ്പിലേക്കും ഇല്ല എന്ന് പറയുമ്പോൾ അയാളടക്കം ചെയ്തിട്ടുള്ള നടപടികൾ കേരളത്തിൽ അതേ തന്നെയല്ലേ കേന്ദ്രത്തിലെ ചേരികളിൽ മുഴുവൻ ഈ രാഹുൽ ഗാന്ധിയുടെ അപ്പന്റെ അനിയൻ ചെയ്തതെന്തായിരുന്നു? വന്ധ്യംകരണ ശസ്ത്രക്രിയക്ക് ചെയ്ത സമയത്ത് എന്തെല്ലാം ജനദ്രോഹപരമായ നടപടികളായിരുന്നു അയാൾ ചെയ്തിരുന്നത്. നമുക്ക് ആ ഭാഗത്തേക്കൊന്നും കടക്കുന്നില്ല. ഇവിടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ, ഭരണഘടനയെ മാറ്റിമറിച്ചുകൊണ്ട് അനർഹമായ പലതും ഇവിടെ മുസ്ലിമങ്ങൾക്ക് നേടിക്കൊടുത്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നത് അവർക്ക് ജന്മനാ ഇസ്ലാമിക മതവിശ്വാസവുമായുള്ള അവരുടെ പൊക്കിൾക്കൊടി ബന്ധം, ആ പൊക്കിൾക്കൊടി ബന്ധം ഇന്നും നിലനിൽക്കുന്നത് കൊണ്ടാണ് ഇസ്ലാമിക രാജ്യങ്ങളോട് ഈ മാന്യൻ ഒരിക്കലും ഭാരതത്തിന്റെ ദേശീയ തനിമയോട് ഇഴുകിച്ചേരാൻ അവർക്ക് കഴിയില്ല. ഈ രാഷ്ട്രത്തിന്റെ ദേശീയതയുമായിട്ടോ ഈ രാഷ്ട്രത്തിന്റെ സംസ്കാരവുമായിട്ടോ ഈ രാഷ്ട്രത്തിന്റെ ധർമ്മവുമായിട്ടോ ഈ രാഹുൽ ഗണ്ഡിക്കോ പ്രിയങ്ക ഗണ്ഡിക്കോ റോബർട്ട് വധേരയ്ക്കോ സോണിയ മാതാമയ്ക്കോ ആർക്കും തന്നെ അവർക്ക് കോൺഗ്രസിന് മൊത്തത്തിൽ തന്നെ കാപട്യത്തിന്റെ സഞ്ചാരികളാണ്, കള്ളത്തരത്തിന്റെ മൊത്തക്കച്ചവടക്കാരാണ്. ഇയാള് ഞങ്ങളുടെ MP ഉണ്ടല്ലോ, അയാള് ക്രിസ്ത്യാനിയാണ്, കൺവേർട്ടർ ക്രിസ്ത്യനാണ്. ഇന്നും അയാളുടെ പേരില് കേരള ഹൈക്കോടതിയില് കേസുണ്ട്. ചില നീതിപീഠങ്ങളിൽ ചില വിഷയങ്ങളിൽ കാണിക്കുന്ന എന്താ പറയുന്നത് ചില നിലപാടുകള് കോടതികളില് ജനങ്ങൾക്കുള്ള വിശ്വാസ്യത നഷ്ടപ്പെടുന്ന മാതിരിയാണ്. ഇയാള് മിക്കവാറും ഇയാൾക്ക് ഇനിയും ജയിക്കാൻ അല്ലെ മത്സരിക്കാൻ കഴിയാത്ത ഒരു പ്രായമായാലും അയാളുടെ പേരിലുള്ള കേസ് കേരള ഹൈക്കോടതി വിചാരണക്കെടുത്ത് അന്തിമ വിധി പറയുമോ എന്ന് സംശയമാണ്. കാരണം അയാൾക്ക് ചേരമർ വിഭാഗത്തിൽ നിന്ന് അയാൾക്ക് മത്സരിക്കാനുള്ള ഹിന്ദു പട്ടികജാതിക്ക് സംവരണം ചെയ്യപ്പെട്ടുള്ള ഈ സീറ്റ് അവർക്ക് കൊടുക്കാനായിട്ട് സാധിക്കില്ല. ഇവിടെ അതുകൊണ്ടാണ് ഇവർക്ക് എല്ലാ തരത്തിലുള്ള ഭരണഘടനയുടെ 25-ാം അനുച്ഛേദം അനുസരിച്ചും ഒക്കെ ആയിട്ടുള്ള ഭേദഗതികളിലൂടെ ധാരാളം ആനുകൂല്യങ്ങൾ വാരിക്കോരി കൊടുത്ത് ഈ മതന്യൂനപക്ഷങ്ങളെ വിശിഷ്യ മുസ്ലിമുകളെ പ്രീണിപ്പിച്ചതിന്റെ ബാക്കി പത്രമാണ് ഇവിടെ ഇത്രത്തോളം ഈ ജിഹാദി പ്രവർത്തനം, അക്രമാസക്തമായ ഭീകര പ്രവർത്തനം ഇന്ന് തഴച്ചു വളർന്നതിന്റെ ഉത്തരവാദികള് ഇവിടുത്തെ കോൺഗ്രസ്സുകാര് തന്നെയാണ്. അതിനെ വീണ്ടും പരിപോഷിപ്പിക്കുന്നതിനായിട്ടാണ് ഹിന്ദുക്കളെ അപമാനിച്ച് ഹിന്ദുക്കളെ അവഹേളിച്ചുകൊണ്ട് മുസ്ലിമങ്ങളുടെ കയ്യടി നേടാമെന്ന് കരുതുന്നു എങ്കിൽ ഇവർക്ക് ഇതിന്റെ അതിശക്തമായ തിരിച്ചടി കിട്ടിയിരിക്കും. ഇന്ന് സന്യാസി സമൂഹം അടക്കം ഇവർക്കെതിരെ തിരിഞ്ഞിട്ടുണ്ട്, കോൺഗ്രസിനെതിരെ. ഇത് ഒരു നിസ്സാരമായ പ്രശ്നമായിട്ട് ഹൈന്ദവ സമൂഹം ഇതിനെ കാണുകയില്ല. മുഴുവൻ സമൂഹവും ഈ കോൺഗ്രസിന്റെ ഈ നിലപാടിനെ അതിശക്തമായി എതിർക്കും. അതിശക്തമായ ആ പ്രതിരോധത്തെ ഇവർക്ക് നേരിടാൻ കഴിയാത്ത വിധത്തിൽ കോൺഗ്രസ് അതിവിദൂരമല്ലാത്ത ഭാവിയിൽ അടിച്ച് തകരും എന്നതിന് രണ്ട് പക്ഷമില്ലാത്ത ഒരു സാഹചര്യമാണ്. ഇത് തന്നെയാണ് ഇവരെ എല്ലാ കാലത്തും അവലംബിച്ചിട്ടുള്ള നടപടികൾ മുഴുവനും തന്നെ. അടിയന്തരാവസ്ഥ പ്രഖ്യാപനത്തിലൂടെ ആയാലും ശരി, മറ്റുള്ള ഓരോ പ്രവർത്തനത്തിലൂടെയും ഇവർ ചെയ്തു വെക്കുന്നത് മുഴുവൻ തന്നെ. ഇന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞെന്താണ്? കർഷക സമരത്തെ നേരിട്ടതിനെ സംബന്ധിച്ച് കർഷകര് വാസ്തവത്തില്
ഭാരതത്തിന്റെ സർക്കാർ എത്രത്തോളം വിട്ടുവീഴ്ച മനോഭാവം. ആ ചിത്രങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്താണ്, ഭാരതത്തിലെ കർഷകരുടെ കാര്യങ്ങൾ ആലോചിക്കുന്ന സമയത്ത് വാസ്തവത്തിൽ ഞാൻ അഭിമാനം കൊണ്ടു. കാരണം അതിഗംഭീരമായ കോടിക്കണക്കിന് വിലയുള്ള വാഹനങ്ങളിലാണ് എല്ലാ സുഖസൗകര്യങ്ങളും വാരി നിറച്ചുകൊണ്ടായിരുന്നു ആ കർഷക സമരത്തിനെത്തിയ ആ കർഷകരിലേറിയ പങ്കും അവിടെ വന്നിട്ട് അവിടെ കാണിച്ചു കൂട്ടിയ ആ സംവിധാനങ്ങളൊക്കെ ഭാരതത്തിന്റെ ദേശീയ പതാകയെ എന്താ പറയുന്നത് അപമാനിക്കുന്നു. അവിടെ അവരുടെ ഖാലിസ്ഥാൻവാദികളുടെ കൊടി അവിടെ വലിച്ചുയർത്തുന്നതായ രംഗങ്ങള് ഇതെല്ലാം കാണിച്ചു. അതിനെയൊക്കെ അനുവദിച്ചു കൊടുത്തുകൊണ്ട് കോടതിയുടെ കൃത്യമായ നിരീക്ഷണങ്ങൾക്കും കോടതിയുടെ ദർശനങ്ങൾക്കും അനുസരണമായി മാത്രം അതീവ സഹനത്തോടു കൂടി ആ സമര പന്തലില് വളരെയധികം വിട്ടുവീഴ്ച മനോഭാവത്തോടെ ചെയ്തതിന് ഇയാൾക്ക് എന്ത് പേര് പറഞ്ഞിട്ടാണ് ഇയാൾക്ക് അതിനെ എടുക്കാൻ സാധിക്കുന്നത്? അപ്പൊ ഒരിക്കലും രാജ്യദ്രോഹികളാണ് കോൺഗ്രസ്സുകാരെ എന്നത് ഓരോ നിമിഷവും തെളിയിച്ചു കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളല്ലേ ഇവര് ചെയ്യുന്നത് എന്ന് ആരെങ്കിലും സംശയിച്ചാൽ അവരെ ആരെയും കുറ്റം പറയാൻ പറ്റില്ല. ഇവിടെ ദേശദ്രോഹപരമായി ഈ രാഷ്ട്രത്തിന്റെ ഒരു കന്നി പ്രസംഗം ചെയ്യുമ്പോൾ വാസ്തവത്തിൽ നാം ആലോചിച്ച് നോക്കണം. ഐശ്വര്യമായിട്ട് കയറി വന്ന് ഭാരതത്തിന്റെ ആ ഒരു പുതിയ ചുമതല ഏറ്റെടുക്കുമോ? മുമ്പ് ജയസൂര്യൻ സാർ പറഞ്ഞതുമാതിരി ഒരു ഷാഡോ പ്രൈം മിനിസ്റ്ററാണ് ഭാരതത്തിന്റെ ഭാവി പ്രധാനമന്ത്രി. ആ അന്തസ്സ് നിലനിർത്താൻ കഴിയാത്ത ഈ പീറച്ചക്കൻ വാസ്തവത്തിൽ നാം ഒന്ന് ആലോചിച്ച് നോക്കി. എത്രത്തോളം നിരുത്തരവാദപരമായ പ്രസംഗമാണ് ഒരു ജനവിഭാഗത്തെ, അതും ഈ ഭാരതത്തിലെ ജനാധിപത്യ വിരുദ്ധമായ ഒരു പരാമർശമല്ലേ നടത്തിയത്? മഹാഭൂരിപക്ഷം വരുന്ന ഒരു സമൂഹത്തെ അവര് പ്രതികരിക്കുന്നില്ല. ആ പ്രതികരിക്കുന്നത് മാന്യതയുടെയും അന്തസ്സിന്റെയും മര്യാദയുടെയും ഭാഗത്തുകൂടി ആയതുകൊണ്ട് മാത്രമല്ലേ? അതാണ് ഞാൻ ചോദിച്ചത്. ഇസ്ലാമിക വിഭാഗങ്ങളെ ഇതേമാതിരി ഏതെങ്കിലും ഒരു അവസരത്തിലോ അനവസരത്തിലോ അവരെ ഇതേമാതിരി പരാമർശിക്കുവാൻ ഈ രാഹുൽ ഗണ്ഡിക്ക് ചങ്കൂറ്റമുണ്ടോ, തന്റെ ഇടമുണ്ടോ? ആ കോൺഗ്രസ് പാർട്ടിയിലെ ഖാർഗെ അടക്കമുള്ള ഇങ്ങോട്ടുള്ള എല്ലാ നേതാക്കന്മാരെയും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ആർക്കെങ്കിലും അതിന് ചങ്കൂറ്റമുണ്ടോ, തന്റെ ഇടമുണ്ടോ? ഒരാളിന് പോലും തന്റെ ഇടം ഉണ്ടാവില്ല എന്നത് അവിതർക്കിതമായ സംഗതിയാണ്, പച്ചയായ പരമാർത്ഥമാണ്. ഒരാൾക്ക് പോലും അതിന് തന്റെ ഇടം ഉണ്ടാവില്ല. പിന്നെ ആരെയാണ് ഇവിടെ ഇവർക്കെല്ലാം തന്നെ ഉള്ള ഒരു അമിതമായ ആത്മവിശ്വാസം എന്താണെന്ന് വെച്ചാൽ ഹിന്ദു വേണ്ട സമയത്ത് വേണ്ട പോലെ പ്രതികരിക്കയില്ല എന്ന്. പക്ഷെ തെറ്റിപ്പോയി. ഇന്ന് പ്രതികരിച്ചു തുടങ്ങിയിട്ടുണ്ട്, ഹൈന്ദവ സമൂഹം പ്രതികരിച്ചു തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെതായ ചിന്തകൾ ഓരോന്നും തന്നെ കേരളത്തിന്റെ മണ്ണിൽ പോലും നിരവധിയായ അനവധിയായ ദൃഷ്ടാന്തങ്ങള്. പിന്നെ ഈ നക്കാപ്പീച്ചൊക്കെ കൊടുത്ത് ചില ഹിന്ദു നാമധാരികളെ ഒപ്പം നിർത്തിയതിന്റെ പരിണിത ഫലമായിട്ടായിരിക്കാം ഒരുപക്ഷെ കോൺഗ്രസ്സുകാരനെ ഈ പ്രാവശ്യവും 18 സീറ്റ് എന്ന് പറയുമ്പോൾ. അപ്പോഴും കേരളത്തിലെ ഇവിടെ നാം ആലോചിച്ച് നോക്കണം, ഒരു സീറ്റിൽ ദേശീയ ജനാധിപത്യ സഖ്യം വിജയിച്ചു എങ്കിൽ അത് ഒരു വൻ നേട്ടമാണ്. 19-ൽ നിന്ന് 18-ലേക്ക് കുറയുകയാണ് ചെയ്തത്. ഒന്നുണ്ടായിരുന്നത് ഒന്നായിട്ട് തന്നെ അത് രണ്ടായിട്ട് കാണാൻ പോലും ദൈവം അനുഗ്രഹിക്കാത്ത പാർട്ടിയായി LDF അധപ്പതിച്ചപ്പോഴും നാം ആലോചിച്ച് നോക്കണം, ഒരു സീറ്റ് ഒരു അടി മുന്നോട്ട് നീങ്ങാൻ കഴിഞ്ഞത് ദേശീയ ജനാധിപത്യ സഖ്യത്തിനാണ്. അതിന്റെ ആക്കവും വേഗവും തൂക്കവും വർദ്ധിപ്പിക്കുന്നതിന് ദൈവം വിനാശകാലെ വിപരീത ബുദ്ധി ഈ രാഹുൽ ഗണ്ഡിക്ക് കൊടുത്ത ഒരു തിരിച്ചടിയാണ്. അവന്റെ നാവ് അത്തരത്തില് ആ വികട സരസ്വതി വിളങ്ങിയത്. കോൺഗ്രസിന്റെ ഭാവിയാണ് അവിടെ ആ ജനാധിപത്യത്തിന്റെ ശ്രീകോവിലില്. നാശം അടുത്തിരിക്കുന്നു, നിനക്കിനി ഒരടി മുന്നോട്ട് പോവാൻ കഴിയില്ല എന്നതിന്റെ വ്യക്തമായ സൂചനയാണ് ആ ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ശ്രീകോവിലായിട്ടുള്ള ഇന്ത്യൻ പാർലമെന്റിൽ പ്രതിപക്ഷ നേതാവ് ആ രാഷ്ട്രപതിയുടെ നന്ദിപ്രമേയ ചർച്ചയില് രാഷ്ട്ര പുരോഗതിക്ക് ഉതകുന്ന തരത്തിലുള്ള നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെക്കുവാനും ഭരണപക്ഷത്തെ നേർവഴിക്ക് നയിക്കുന്നതിന് വേണ്ട വ്യക്തമായ ദിശാബോധം പകർന്നു കൊടുക്കുവാനും വേണ്ടി അനുവദിച്ച സമയം ഒരു വിഭാഗത്തെ അപമാനപ്പെടുത്തുവാൻ, അവരെ സങ്കടപ്പെടുത്തുവാൻ, അവരെ അപമാനിക്കുവാൻ നാം ആലോചിച്ച് നോക്കണം. മഹാഭാരതത്തിൽ സംഭവിച്ചതുപോലെ അല്ലേ ഇവിടെ ധർമാനുകൂലികളെ അപമാനിക്കുകയാണ് ചെയ്യുന്നത്. അതിന് നിശ്ചയമായിട്ട് തിരിച്ചടി
ഈ രാഹുൽ ഗിണ്ടിയും അയാളുടെ കുടുംബവും അയാളുടെ രാഷ്ട്രീയ പ്രസ്ഥാനവും അയാളുടെ ഇന്ത്യ മുന്നണിയും അനുഭവിച്ചിരിക്കും എന്നതിന് രണ്ടു പക്ഷമില്ല, യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. അപ്പൊ ഇതല്ല ഭാരതത്തിലെ പൊതുസമൂഹം ഒരു പ്രതിപക്ഷത്തിൽ നിന്നും പ്രതീക്ഷിച്ചിരുന്നത്. ഇല്ല, ഒരിക്കലും പറയാൻ പറ്റുമോ രാഹുൽ ഗിണ്ടിക്ക് ഹിന്ദുക്കളുടെ വോട്ട് വേണ്ട, വെറുപ്പിന്റെ വിപണനക്കാരാണ്, എനിക്കൊരു ഹിന്ദുവിന്റെ വോട്ട് വേണ്ട എന്റെ പാർട്ടിക്കെന്ന് പറയാൻ ഈ പറയുന്ന ആള്, ഞാൻ നേരത്തെ പറഞ്ഞ ആ വാക്കിലേക്ക് വീണ്ടും വരികയാണ്, സ്വന്തം പിതൃത്വത്തിൽ അഭിമാനമുള്ളവരാണ് എങ്കിൽ അതും കൂടി ഇതിനോടൊപ്പം കൂട്ടിച്ചേർക്കാനുള്ള മാന്യത രാഹുൽ ഗിണ്ടി കാട്ടണമായിരുന്നു. അത് കാട്ടാത്തടത്തോളം കാലം നപുംസകങ്ങളുടെ ജൽപ്പനമായിട്ട് മാത്രമേ ഇതിനെ കാണുവാൻ കഴിയുള്ളൂ. പക്ഷേ ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ശ്രീകോവിലായ പരമപവിത്രമായ പാർലമെന്റിൽ ലോകസഭയിലെ പരാമർശമായതുകൊണ്ടാണ് ഇത് ലോകസഭാ രേഖകളിൽ നിന്ന് നീക്കിയതിന് ഭാരതത്തിന്റെ ഭരണചക്രം ധരിക്കുന്ന ഭാരതത്തിന്റെ പ്രധാനമന്ത്രിയോടും ഏറെ ആരാധ്യനായ ലോകാരാധ്യനായ ഭാരതത്തിന്റെ സ്പീക്കർ ലോക്സഭാ സ്പീക്കർ ഓം ബിർളാജിയോടും അങ്ങേയറ്റത്തെ ബഹുമാനവും ആദരവും പ്രകടിപ്പിക്കുവാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. അതുപോലെ തന്നെ ഇയാൾ മാപ്പ് പറയണമെന്ന് പറഞ്ഞ ഇന്ത്യൻ പാർലമെന്റിനകത്തായത് കൊണ്ടാണ്. ഇന്ത്യൻ പാർലമെന്റിനകത്തായതുകൊണ്ട് മുഴുവൻ ജനസമൂഹവും ഹൈന്ദവ സമൂഹവും രാഹുൽ ഗിണ്ടി ഏതായാലും വയനാട്ടിൽ വരാതിരിക്കില്ലല്ലോ, പ്രിയങ്ക ഗിണ്ടിയാണ് മത്സരിക്കുന്നതെങ്കിൽ ഇവിടെ വരാതിരിക്കുകയില്ല. ഞാൻ ഈ അവസരത്തില് ഒരു സംഭവം ഓർത്തു പോവാണ്. എന്താണെന്നറിയാം, ഞാൻ ഈ കഴിഞ്ഞിടയ്ക്ക് കണിച്ചുകുളങ്ങരയിൽ ഒന്ന് പോവാനിടയായി. കണിച്ചുകുളങ്ങരയിൽ പോയപ്പോ അവിടെ ഒരു വലിയ പാർലമെന്റ് തെരഞ്ഞെടുപ്പിനെക്കാട്ടിൽ വലിയ ഒരു മത്സരത്തില് കണിച്ചുകുളങ്ങര ദേവീക്ഷേത്രത്തിലെ ഭരണസമിതിയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണം കണ്ട് ഞാൻ അന്താളിച്ചുപോയി. അപ്പൊ ഒരു ഭാഗത്ത് SNDP യോഗത്തിന്റെ ആരാധനായ ജനറൽ സെക്രട്ടറി ശ്രീ വെള്ളാപ്പള്ളി നടേശൻ നയിക്കുന്ന ഒരു പാനല് മത്സരിക്കുന്നു, മറുഭാഗത്ത് മറ്റു ചില ആളുകൾ അദ്ദേഹത്തെ എതിർക്കുന്ന ആ ഭരണസമിതിയിലേക്ക് മത്സരിക്കുന്ന എതിർ പാനലും മത്സരിക്കുന്നു. അപ്പൊ അതിഗംഭീരമായ രണ്ടു കൂട്ടരുടെയും പ്രസംഗങ്ങൾ കേട്ട് ഞാൻ ആ തെരുവിൽ ഇങ്ങനെ നിന്നിട്ട് ഞാൻ പതുക്കെ എതിർ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നതിൽ പ്രമുഖനായ ഒരു വ്യക്തിയെ പോയി പരിചയപ്പെട്ടിട്ട് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങളെ 100% തോൽക്കും എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടായിട്ടും നിങ്ങൾ എന്തിനാണ് ഏറെ ബഹുമാന്യനായ SNDP യോഗം ജനറൽ സെക്രട്ടറി ആദരണീയനായ വെള്ളാപ്പള്ളി നടേശനെതിരെ മത്സരിക്കുന്നത്? ഇത്രയും പണം മുടക്കിയുള്ള ഒരു വലിയ പ്രചരണ വേല നിങ്ങൾ എന്തിനു വേണ്ടിയാണ് ചെയ്യുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല, ഞാൻ അറിയാനുള്ള ആഗ്രഹം കൊണ്ട് ചോദിച്ചു പോവുകയാണെന്ന് പറഞ്ഞു. എന്നോട് പറഞ്ഞു, നമ്മൾ തമ്മിൽ പരിചയപ്പെട്ട സ്ഥിതിക്ക് ഇങ്ങനെ ഒരു ചോദ്യം ഇത്രയും കാലമായിട്ട് അദ്ദേഹം പറഞ്ഞതെന്നറിയാം, 63 വർഷമായിട്ട് ഞാൻ ഈ രംഗത്തിന് സാക്ഷ്യം വഹിക്കുന്ന ആളാണ്. ഇത്രയും കാലം എന്നോട് ആരും ഇതേമാതിരി ഒരു ചോദ്യം ചോദിച്ചിട്ടില്ല. അതുകൊണ്ട് സുഹൃത്തെ, താങ്കളോട് ഞാൻ ഇതിന് മറുപടി പറയാം. എന്താണെന്നറിയാമോ, ഇദ്ദേഹത്തോട് ഞങ്ങൾക്ക് അദ്ദേഹത്തിന്റെ പല നടപടികളോടും അങ്ങേയറ്റത്തെ എതിർപ്പുണ്ട്, വെറുപ്പുണ്ട്, പ്രതിഷേധമുണ്ട്. അത് പ്രകടിപ്പിക്കുവാനായിട്ട് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് അവസരം നോക്കി നിൽക്കുകയാണ്. അദ്ദേഹത്തിന്റെ മത്സരത്തിന് വേണ്ടി അയാൾക്കെതിരെ പറയാനുള്ളത് മുഴുവൻ പരസ്യമായി ഉച്ചഭാഷണിയിലൂടെ പറയാൻ ഞങ്ങൾ എന്ന് പറഞ്ഞതുപോലെ ഈ തെരഞ്ഞെടുപ്പില് ഈ രാഹുൽ ഗാന്ധിക്ക് ശക്തമായ തിരിച്ചടി വാക്കുകളിലൂടെ കൊടുക്കാൻ, ഇയാളെ നിലം തൊടിയിക്കാത്ത രീതിയിൽ ഇയാളുടെ പരിപാടികൾ ബഹിഷ്കരിക്കുകയും അതിശക്തമായ പ്രതിഷേധ പരിപാടികൾ ഇവിടെ വിശ്വ ഹിന്ദു പരിഷത്തിന്റെ ആഭിമുഖ്യത്തില് കേരളത്തിൽ എത്തിക്കഴിഞ്ഞാൽ അയാൾക്കെതിരായിട്ടുള്ള എല്ലാ എതിർപ്പും അല്ലാത്ത പക്ഷം അയാൾ മാപ്പ് പറയണം. ഇന്ത്യൻ പാർലമെന്റിനകത്തും പാർലമെന്റിന് പുറത്തും ലോക ഹൈന്ദവ സമാജത്തോട് മാപ്പ് പറയാൻ തയ്യാറാവണം. എന്തിനാണ് ഈ മാറി മാറി പറയുന്നത്? ഞാന് അങ്ങനെയല്ല പറഞ്ഞതെന്ന് പറഞ്ഞത്. എനിക്ക് പണ്ട് എന്റെ നാട്ടില് സംഘത്തിന്റെ ഒരു സ്വയം സേവനം, എന്റെ സഹോദര എന്താ പറയുന്നത്, ഞങ്ങൾ ഒരുമിച്ച് സഹോദരങ്ങളെ പോലെ സംഘസ്ഥാനില് ശാഖാ പ്രവർത്തനം ചെയ്തിരുന്ന ആളാണ്. അപ്പൊ ഇടയ്ക്ക് എന്ത് ചെയ്തു, ഇയാള് വഴി വിട്ട് കുറച്ചൊന്ന് പോയി ഇങ്ങനെ മദ്യപിച്ചു എന്ന് അറിഞ്ഞ് ഞാൻ വിളിച്ചു, ഗോപി എന്താ ഇങ്ങനെ മദ്യപിച്ച് എന്ന് ചോദിച്ച സമയത്ത് എന്നോട് പറഞ്ഞു, അതെ സുഹൃത്തെ, ഞാൻ RSSന്റെ ശൈലിയിലല്ല മദ്യപിച്ചത്. ഞാൻ ചിരിക്കാതെ എന്ത് പറയാനാണ്? പക്ഷെ ഞാൻ പിന്നെ എന്ത് ചെയ്തു, പുറത്ത് തലോടി തട്ടി ഇങ്ങനെ അയാളുടെ സന്തോഷമായിട്ട് ഞങ്ങൾ പിരിയുന്ന സാഹചര്യം എന്ന് പറഞ്ഞ മാതിരിയാണ് ഇവിടെ പറഞ്ഞത്. ഹിന്ദുക്കളെ അടച്ചാക്ഷേപിച്ചതിന് ശേഷം പറയാണ് ഞാനത് RSSന്റെ ഹിന്ദുക്കളെയും BJPയുടെ ഹിന്ദുക്കളെ ഇതിലെ എന്താ പറയുന്നത്, നമ്മുടെ BMSകാർക്ക് ഓരോ മേഖലയിലും ഓട്ടോക്കാരുടെ അവിടെ അവരുടെ യൂണിയൻ ഉണ്ടാവും,
ഓരോ പോയിന്റില് ഓരോ യൂണിയൻ അവർക്കുണ്ടാവും. പ്ലാന്റേഷൻ മേഖലയിൽ അവർക്ക് അവിടെ യൂണിയൻ ഉണ്ടാവും. ഇതേമാതിരി ഇങ്ങനെ ഹിന്ദുക്കളെ തരംതിരിച്ചിട്ടുണ്ടോ? അതറിയാൻ മേലാൻ ചോദിക്കണം. അപ്പൊ വിവരക്കേടിന്റെ പര്യായമാണ് ഈ രാഹുൽ ഗണ്ഡി എന്ന് ഓരോ നിമിഷവും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇയാൾക്ക് വോട്ട് കൊടുത്ത വയനാട്ടിലെ ഹിന്ദുക്കൾ രക്ഷപ്പെട്ടു. കാരണം എന്താണെന്നറിയാമോ? സ്വയം ഒഴിഞ്ഞുപോയി, ഒരു ബാധ്യത ഒഴിഞ്ഞു പോയത് മാതിരിയാണ്. സ്വയം ഒഴിഞ്ഞു മാറിപ്പോയത് കൊണ്ട് അവര് രക്ഷപ്പെട്ടു. പക്ഷെ അന്നേരം കൊണ്ട് ഇതാ വേറൊരു അവതാരം വരുന്നു. ആ അവതാരം ഞാൻ വളരെ വ്യക്തമായിട്ട് സർവേശ്വര കാരുണ്യത്താൽ ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇന്ന് മുസ്ലിം സമൂഹവും വിദ്യാഭ്യാസം ചെയ്ത അവര് ഇന്ന് അവർക്ക് കുറെ നേട്ടങ്ങൾ കിട്ടുന്നത് കൊണ്ട് അവര് സംഘടിത സമ്മർദ്ദ ശക്തിയായി മാറുന്നത് കൊണ്ടുള്ള ഒരു സാഹചര്യം നിലനിൽക്കുന്നു എങ്കിൽ പോലും അവരിൽ നല്ലൊരു ശതമാനം മാറ്റത്തിന് വിധേയമായിട്ടുണ്ട്. നമുക്കൊരു 20 വർഷത്തിന് മുമ്പ് ജാമിദ ടീച്ചറിനെ പോലെ ഒരു വനിതാ രത്നത്തെ നമുക്ക് ഇസ്ലാമിക സമൂഹത്തിൽ നിന്ന് സത്യസന്ധമായ അഭിപ്രായ പ്രകടനം നടത്തുന്ന ഒരു മഹിളാ രത്നത്തെ നമുക്ക് കണി കാണാൻ കഴിയുമായിരുന്നില്ല. അതേമാതിരി നിരവധി ആളുകൾ മലപ്പുറത്ത് നിന്ന് തന്നെ വന്നിരുന്നു. ഇവരോടൊപ്പം പ്രവർത്തിച്ച, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പ്രവർത്തിച്ച അബ്ദുള്ള കുട്ടിയെ പോലെയുള്ള മഹാരഥന്മാര്, ഇന്ന് കോളേജ് പ്രൊഫസർമാര്, യൂണിവേഴ്സിറ്റി തലപ്പത്ത് വിരാജിച്ചിരുന്ന മഹാരഥന്മാരൊക്കെ തന്നെയും മുസ്ലിം സമൂഹത്തിൽ നിന്ന് അതിന്റെ തെറ്റുകൾ മനസ്സിലാക്കിക്കൊണ്ട് അവരിന്ന് നേരിട്ട് ദേശീയ ജനാധിപത്യ സഖ്യത്തെ വാരി പുണരുവാൻ, BJP-യോടൊപ്പം ചേരുവാൻ, ജോർജ് കുര്യനെ പോലെയുള്ള മഹാരഥന്മാരെ അത് നമ്മൾ ആലോചിക്കണം. ഭാരതീയ ജനതാ പാർട്ടി അധികാരത്തിൽ എത്തുമെന്ന് ഒരിക്കലും സ്വപ്നം കാണാൻ കഴിയാത്ത കാലത്ത് പോലും അവരൊക്കെ തന്നെയും ഡോക്ടർ റേച്ചൽ മത്തായിയെ പോലെയുള്ള ആളുകൾ ഒക്കെ തന്നെയും ഈ ഭാരതീയ ജനതാ പാർട്ടിയോട് ചേർന്ന ആ ഒരു സാഹചര്യമൊക്കെ നോക്കുന്ന സമയത്ത് നാം ആലോചിച്ച് നോക്കണം. അതേ സമയത്ത് എത്ര മതന്യൂനപക്ഷങ്ങളെ ഇല്ലായ്മ ചെയ്തതിന്റെ ചരിത്രം ഭാരതത്തിലെ ഓരോ സംസ്ഥാനത്തിലെയും കണക്കുകളെടുത്താൽ ഈ കോൺഗ്രസ്സുകാരൻ ചെയ്ത ഉത്തർപ്രദേശിലടക്കം ഗുജറാത്തിലടക്കം മതന്യൂനപക്ഷങ്ങളെ കൊല്ലാക്കൊല ചെയ്ത എത്ര സംഭവങ്ങൾ എണ്ണി പറയുവാനായിട്ട് കഴിയും. അപ്പൊ ഇന്ന് താൽക്കാലിക നേട്ടത്തിന് വേണ്ടി വോട്ട് രാഷ്ട്രീയത്തിലെ സംഘടിത ശക്തി ആർജിക്കുന്നതിന് വേണ്ടി തെറ്റായിട്ട് സ്ത്രീകള്, ഞാൻ സോഷ്യൽ മീഡിയയിൽ കണ്ടാണ്, അതിന്റെ ആധികാരികത ഉറപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല, മറ്റു രേഖകളൊന്നും തന്നെ ഇല്ല. പക്ഷെ സോഷ്യൽ മീഡിയയിൽ നിന്ന് കിട്ടിയൊരു വർത്തമാനമായിരുന്നു 8500 രൂപ അക്കൗണ്ടിൽ വരുമെന്നും പറഞ്ഞിട്ട് സ്ത്രീകള് കോൺഗ്രസ് ആഫീസിന്റെ മുമ്പിൽ കാത്തു നിൽക്കുകയാണ്. മാസം തോറും 8500 രൂപ. BPM-ന് മുകളിലുള്ളവർക്ക് 1 ലക്ഷം രൂപ 1 ലക്ഷം രൂപ 1 ലക്ഷം രൂപ കിട്ടും. ഇതൊക്കെ പറഞ്ഞുകൊണ്ട് പോയി നിൽക്കുന്ന അന്നും പറഞ്ഞതല്ലേ അഗ്നിവീർ. ഒരു വലിയ സങ്കടമാണ്. രാഹുൽ ഗാന്ധിക്ക് എന്തോ ഒരു പ്രേമമാണെന്നറിയാമോ, എന്ത് സങ്കടമായി പോയെന്നറിയാമോ? അവർക്ക് മരണപ്പെട്ടാൽ, അപകടം സംഭവിച്ചാൽ അവർക്ക് എന്താ പറയുന്നത്, യാതൊന്നും കിട്ടുകയില്ല. ആലോചിച്ച് നോക്കണം. കോൺഗ്രസ്സുകാരൻ ഭരിക്കുന്ന കാലഘട്ടത്തില് യുദ്ധത്തിലായാലും ശരി, ഏതൊരു അപകടത്തിൽപ്പെട്ട് ഒരു സൈനികൻ മരണപ്പെട്ടാൽ അവന്റെ തൊപ്പിയും വടിയും യൂണിഫോമും മാത്രമായിരിക്കും വീട്ടുകാർക്ക് കൊടുത്തുകൊണ്ടിരുന്നത്. ലോകാരാധ്യനായ വാജ്പേയി, അടൽ ബിഹാരി വാജ്പേയി ഭാരതത്തിന്റെ പ്രധാനമന്ത്രി ആയിരുന്ന കാലഘട്ടം മുതലാണ് ഏത് സൈനികൻ എവിടെ മരണപ്പെട്ടാലും ശരി എല്ലാവിധ ബഹുമാന ആദരവും കൊടുത്തുകൊണ്ട് ആ ബോഡി തന്റെ ബന്ധുമിത്രാദികൾക്ക് കാണുന്നതിന് വേണ്ടിയിട്ട് അവന്റെ ജന്മനാട്ടിൽ, അവന്റെ ജന്മഗ്രഹത്തിൽ എത്തിച്ചു കൊടുക്കുന്നതും സകലവിധമായ സൈനിക ബഹുമതികളോടുകൂടി അതിനെ സംസ്കരിക്കുന്നതുമായ സാഹചര്യം ഉണ്ടായതും ഒക്കെ തന്നെയും ഈ രാഹുൽ ഗണ്ഡിക്ക് ഇതൊന്നും ചരിത്രം പഠിക്കാത്ത, ചരിത്രം മനസ്സിലാക്കാത്ത ഈ കക്ഷിക്ക് ഇതൊക്കെ ഇങ്ങനെ വിളമ്പി കഴിയുന്നവരാണ്. ഇത് മാറിയിരുന്ന് കൈകൊട്ടാനായിട്ട് ഈ മാതൃഭൂമിയെ പോലെയുള്ള മാധ്യമങ്ങളും. നമ്മൾ ഇന്ന് കേരളത്തില് വളരെയധികം അപകടകരമായ മറ്റൊരു സ്ഥിതി, ഞാൻ വിഷയത്തിൽ നിന്ന് വ്യതിചലിക്കുകയല്ല, ഞാൻ വളരെ ചുരുങ്ങിയ വാക്കുകൾ ഇതുമായി ബന്ധപ്പെട്ട ഒരു വിഷയമായതുകൊണ്ട് മാത്രം സൂചിപ്പിക്കുകയാണ്. കേരളത്തില് ഇന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് മാതിരി തന്നെ മാതൃഭൂമിയുടെ ഓഹരി ഉടമകളിൽ നിന്നും ജിഹാദികള് വൻതോതിൽ 40% അതിന്റെ ഓഹരികൾ കൈക്കലാക്കി കഴിഞ്ഞിരിക്കുകയാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇന്ന് നാമധേയം മാറ്റുന്നില്ല, ബോർഡ് പൂർണ്ണമായിട്ട് മാറുന്നില്ല. പക്ഷേ അവര് പറയുന്നത് പോലെ മാത്രമേ ഇതിന്റെ എഡിറ്റോറിയലും ലീഡ് ന്യൂസും അതിനകത്ത് കയറി പോവുകയുള്ളൂ. വളരെ അപകടകരമായ ഒരു സ്ഥിതിയാണ്. പാവപ്പെട്ട ഹിന്ദു
ഒരു ഹിന്ദു ദിനപത്രം, ഒരു ഹിന്ദു ദേശീയ ദിനപത്രം എന്ന തരത്തിലാണ് മാതൃഭൂമിയെ ഇന്നും കാണുന്നത്. ഇത് ജിഹാദി പത്രമാണ് എന്ന് തെറ്റിദ്ധരിക്കുന്ന അവര് മനസ്സിലാക്കുന്നില്ല. തെറ്റിദ്ധരിപ്പിക്കപ്പെടുകയാണ്. ജിഹാദികൾ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്നു ഹിന്ദുക്കളെ. ഇത് ഹിന്ദു പത്രമാണ് എന്ന് കണ്ട് അത് വാങ്ങുന്നതായ ഒരു സിറ്റുവേഷൻ. ഇതേ മാതിരിയാണ് ഞാൻ പറയാൻ വന്ന അതാണ് നമ്മുടെ ധനലക്ഷ്മി ബാങ്കിന്റെ അവസ്ഥയും. ധനലക്ഷ്മി ബാങ്ക് തൃശ്ശൂർ കേന്ദ്രമാക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വന്നിരുന്നു എങ്കിൽ അവിടെയും ഇത് നമ്മുടെ എന്താ പറയുന്നത്, ലോകത്ത് ഏറ്റവും ജനകീയനായ ഒരു വ്യാപാരി, അദ്ദേഹം പെട്ടെന്ന് ചുരുക്കി പറയണേ, തന്റെ മതത്തിന് വേണ്ടി മാത്രമാണ് നിലകൊള്ളുന്നതെന്ന് നിരവധി തവണ തെളിയിച്ചിട്ടുള്ള ലുലുവിന്റെ ഉടമയായിട്ടുള്ള യൂസഫ് അലി, അദ്ദേഹവും അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പേരിലും കുടുംബാംഗങ്ങളുടെ പേരിലും അതിനകത്തെ മേജർ ഷെയർ. ഏത് നിമിഷം ഒരുപക്ഷെ രജിസ്ട്രേഷനും ആ ട്രേഡ് മാർക്ക് സത്യസ്വരൂപിണിയായിട്ടുള്ള ആ ധനലക്ഷ്മി, അഷ്ടലക്ഷ്മികളിലെ ധനലക്ഷ്മിയുടെ ആ ചിത്രം, ആ എംബ്ലം, അതും ഏത് അവസരത്തിലാണ് മാറ്റിമറിക്കപ്പെടുന്നത്? ഇല്ല എങ്കിൽ ഹിന്ദുവിന്റെ നെറുകയിൽ തൊടുവിക്കുന്ന ഒരു അപമാന കറയായിരിക്കും ധനലക്ഷ്മി എന്ന പേര് വെച്ചുകൊണ്ട് തന്നെ ശരീഅത്ത് ബാങ്ക് ഇടപാടുകള് നടത്തുന്നതായ ഒരു സാഹചര്യം അതിവിദൂരമല്ല എന്ന് ആരെങ്കിലും സംശയിച്ചാൽ, ഞാൻ സംശയിക്കുന്നു, സംശയിച്ചാൽ അതിനെ കുറ്റം പറയാൻ പറ്റില്ല. ഇതിനെല്ലാം ആക്കവും തൂക്കവും വേഗതയും കൂട്ടിക്കൊടുക്കുന്ന നടപടികളാണ് ഇന്ന് കോൺഗ്രസ്സുകാരനും ഇന്ത്യ മുന്നണിയും ഇന്ന് ചെയ്യുന്നത് മുഴുവനും. അവൻ തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുകയാണ്. ഈ മുസ്ലിം വോട്ടുകൾ എല്ലാം കൂടെ ബ്ലോക്ക് ആയിട്ട് വീണത് കൊണ്ട് പ്രധാനമന്ത്രിയാവാൻ വേണ്ടി ഉടുപ്പം തയ്ച്ച് പാകിസ്ഥാന്റെ കയ്യിൽ നിന്ന്, ചൈനയുടെ കയ്യിൽ നിന്ന്, യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നൊക്കെ പണം വാങ്ങിച്ചതും ഇവിടുത്തെ മാധ്യമങ്ങൾക്ക് സ്കോളർഷിപ്പുകള്, ഫെലോഷിപ്പുകള് ഒക്കെ കൊടുത്തതും, ആ കൊടുത്ത അളിയൻ ഇവിടെ നിന്ന് വാലും ചുരുട്ടി ഓടിയതും ഒക്കെ തന്നെയും ഇന്ന് ഇവിടെ സത്യമാണ്. സർവ്വസാധാരണക്കാരായ ഞാൻ സാറിന് രാജശേഖരൻ സാറിന് കേൾക്കുന്നുണ്ട് തോന്നുന്നു. ഞാനൊന്ന് ജയസുനു സാറിലേക്ക് പോയിട്ട് വരാം. സമയം 1 മണിക്കൂർ കഴിഞ്ഞു. സാറിലേക്ക് ഒന്ന് പോയിട്ട് വരാം. ആയിക്കോട്ടെ, തീർച്ചയായിട്ടും. എനിക്ക് രാഷ്ട്രീയപരമായിട്ടുള്ള അത്തരം പരിപാടികള് ഇവര് ചെയ്യുന്നത് മുഴുവനും എന്തിനു വേണ്ടിയാണ്? ഇസ്ലാമിക പ്രീണനം. ആ ഇസ്ലാമിക പ്രീണനത്തിന്റെ ഭാഗമായിട്ടാണ്, പ്രതികരിക്കയില്ല എന്ന അമിത വിശ്വാസത്തിന്റെ പേരിലാണ് ഈ ഹിന്ദുവിരുദ്ധമായ നിലപാടുകള് കോൺഗ്രസ് നേതൃത്വവും കോൺഗ്രസിന്റെ സഖ്യകക്ഷികളും ചെയ്യുന്നത്. അത് അപകടമാണ്. അതിനെതിരെ അതിശക്തമായി പ്രതികരിക്കാൻ നിർബന്ധിതമായി തീരും. ആ സമയത്ത് വിശ്വ ഹിന്ദു പരിഷത്തിനെയും ബജരംഗദളിനെയും ആരും കുറ്റം പറയരുത് എന്ന് മാത്രം ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. ഓക്കെ, ജസീർ സാർ, നമുക്കറിയാം ഇവർക്ക് ചരിത്രം, ഈ നമ്മുടെ പപ്പുമോനെ സാറിനെ ഞാനൊന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ദയവ് ചെയ്ത് രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന പദം ഉപയോഗിക്കരുത്. ഗണ്ഡി എന്ന് നമ്മൾ കൂടുതൽ ഉപയോഗിക്കേണ്ടതുണ്ട്. അത്തരത്തിൽ ഈ രാഹുൽ ഗണ്ഡിക്ക് ചരിത്രം അറിയില്ല എന്നുള്ളത് നമ്മൾക്കറിയാം. അയാളുടെ മുത്തശ്ശിയായിട്ടുള്ള ആ സ്ത്രീ ഉണ്ടാക്കിയ കുഞ്ഞ് ഭരണഘടനയുമായി വന്നുകൊണ്ട്, എന്നാൽ ഇന്നിപ്പോൾ മലയാളികളടക്കമുള്ള ഇവിടുത്തെ ജിഹാദി സമൂഹമായിക്കോട്ടെ, കമ്മ്യൂണിസ്റ്റ് ഭരണകൂടത്തിന്റെയും അണികളുമായിട്ടുള്ള കമ്മികളായിക്കോട്ടെ, ഇവരൊക്കെ വിചാരം ആ ചെറിയൊരു കിതാബ് മാത്രമാണ് ഭരണഘടന എന്നുള്ള ധാരണ വന്നിരിക്കുന്നു. അത്തരത്തിൽ ഭരണഘടനയായാലും തന്റെ പേരിനെ പോലും തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഇന്നും ജനങ്ങളെ പറ്റിച്ചു കഴിയുന്ന ഒരു കുടുംബം. RSSനെയും BJPയെയും കുറ്റം പറയാനുള്ള യോഗ്യത എന്ത് എന്നുള്ളത് നമുക്ക് ചോദിക്കാം. അതിനേക്കാൾ ഉപരി നമുക്ക് വീണ്ടും എടുത്ത് ചോദിക്കേണ്ടത്, RSSന് ഇവന്റെ മുത്തശ്ശൻ അതല്ലെങ്കിൽ ജവഹർലാൽ നെഹ്റു കൊടുത്തിട്ടുള്ള എത്രത്തോളം പദവികൾ ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾക്കറിയാം. വേണ്ട, ഇന്ദിരാഗാന്ധി അടക്കമുള്ള ആളുകൾ അവരെ പൂജിച്ചിരുന്നു, അതല്ലെങ്കിൽ അവരെ അംഗീകരിച്ചിരുന്നു എന്നുള്ള തെളിവുകളൊക്കെ നമുക്കറിയാം. അത്തരത്തിൽ RSSന്റെയും BJPയുടെയും തലയിലേക്ക് ഇട്ടുകൊണ്ട് ഹിന്ദുക്കളെ ചാരുക, ഹിന്ദുക്കൾക്കിട്ട് ഡോസ് കൊടുക്കുക എന്ന ആ ഒരു സിസ്റ്റം എങ്ങനെയാണ് അതിന്റെ രാഷ്ട്രീയപരമായിട്ട് കൂടി പറയുകയാണെങ്കിൽ സർ? RSSനെ ഇപ്പോൾ കുറ്റപ്പെടുത്തിക്കൊണ്ട് കോൺഗ്രസിന്റെ ഈ പ്രതിപക്ഷ നേതാവ് സംസാരിക്കുമ്പോൾ ഈ രാജ്യത്തിന് അത് താങ്ങാൻ പറ്റുന്ന ഒരു കാര്യമല്ല. കാരണം ജവഹർലാൽ നെഹ്റു ചൈനീസ് യുദ്ധകാലത്ത് RSS നൽകിയ സേവനങ്ങളുടെ പ്രതിഫലം എന്നുള്ള നിലയിൽ ഇന്ത്യൻ പട്ടാളത്തിനോടൊപ്പം മാർച്ച് ചെയ്യാൻ, അതായത് റിപ്പബ്ലിക് ദിന പരേഡിൽ പങ്കെടുക്കാൻ ജവഹർലാൽ നെഹ്റു ക്ഷണിച്ചിട്ടുണ്ട്. റിപ്പബ്ലിക് ദിന പരേഡിൽ പങ്കെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്ദിരാഗാന്ധിയും RSS നേതാക്കന്മാരുമായും ബന്ധപ്പെട്ടുകൊണ്ട് രാഷ്ട്രരക്ഷയ്ക്ക് വേണ്ടി ഞങ്ങളെ സഹായിക്കണം എന്ന് അഭ്യർത്ഥിച്ചിട്ടുണ്ട്.
ഈ തരത്തിൽ രാജ്യം അപകടത്തിലാകുന്ന അവസ്ഥയിലൊക്കെ RSSന്റെ പിന്തുണ അഭ്യർത്ഥിക്കുകയും ആ പിന്തുണയോടുകൂടി വൈദേശിക ശക്തികൾക്കെതിരെ രാഷ്ട്രം ശക്തമായി പ്രതികരിക്കുകയും ചെയ്ത അനുഭവങ്ങൾ നെഹ്റുവിനുണ്ട്, ഇന്ദിരയ്ക്കുണ്ട്. എന്നാൽ ഈ പറയുന്ന കുടുംബചരിത്രം ഈ പറഞ്ഞ പ്രതിപക്ഷ നേതാവ് വായിച്ചിട്ടില്ല. മാത്രമല്ല, തന്റെ പോക്കറ്റിൽ കൊണ്ടു നടക്കുന്ന ആ ഭരണഘടന നിവർത്തി വായിക്കണം എന്നാണ് ഇവിടെ BJPക്ക് ആവശ്യപ്പെടാനുള്ളത്. എന്താണ് ഭരണഘടന എന്നൊന്ന് വായിച്ചു നോക്കിയാൽ ഇയാൾ അന്തം വിട്ടുപോകും. കാരണം ഇയാളുടെ കയ്യിലിരിക്കുന്ന ആ കൊച്ചു പുസ്തകം ഉണ്ടല്ലോ, അത് 42ാം ഭരണഘടനാ ഭേദഗതിയുടെ ഭാഗമായി ഈ ഇന്ദിരാഗാന്ധി അന്നുണ്ടാക്കിയ ഒരു ഭരണഘടനയുടെ പ്രതീകമാണ്. ആ ഭരണഘടന വെച്ചിട്ടാണ് ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥയിൽ ഭരിച്ചത്. ആ ഭരണഘടനയാണ്, ആ ചെറിയ ഭരണഘടനയാണ് ഇന്ന് ഉയർത്തി കാണിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ലക്ഷ്യം വെക്കുന്നത് ഈ തരത്തിലുള്ള ഭരണഘടനയെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഭരണമാണ്. ഇന്ദിരാഗാന്ധി അത് കാണിച്ചു തന്നിട്ടുണ്ട്, ഞാൻ അതിലേക്കാണ് നടന്നെടുക്കുന്നത് എന്നുള്ള പ്രഖ്യാപനമാണ് ഈ പറഞ്ഞ പ്രതിപക്ഷ നേതാവ് കാണിക്കുന്നത്. അതുകൊണ്ട് പ്രതിപക്ഷ നേതാവ് ഭരണഘടന പഠിക്കണം, പ്രതിപക്ഷ നേതാവ് കുടുംബചരിത്രം പഠിക്കണം, പ്രതിപക്ഷ നേതാവ് നെഹ്റു എന്താണ് ചെയ്തത്, ഇന്ദിര എന്താണ് ചെയ്തത് എന്നുള്ളത് പഠിക്കണം. ഈ രാജ്യത്തിന്റെ ചരിത്രം പഠിക്കാൻ നിർബന്ധിതനാവുന്ന ഒരു അന്തരീക്ഷത്തിലാണ് അയാൾ ഇപ്പൊ എത്തി നിൽക്കുന്നത്. അല്ല എങ്കിൽ രാജ്യം അയാളെ അത് പഠിപ്പിക്കും. ഏതായാലും ഈ ഹിന്ദുത്വത്തിനെയും ഹിന്ദു ധർമ്മത്തെയും അവഹേളിക്കാൻ പരിശുദ്ധമായ പാർലമെന്റിനെയും പ്രതിപക്ഷ നേതൃ പദവിയെയും ഉപയോഗപ്പെടുത്തിയ ആളിന് ഇനി ആ സ്ഥാനത്ത് തുടരാൻ വേണ്ടി അതിലും ഏറെ വലിയ പോരാട്ടങ്ങൾ നടത്തേണ്ടി വരും. കാരണം കയറിയിരിക്കുന്ന സിംഹാസനം ചെറുതല്ല. പ്രതിപക്ഷത്ത് ആണ് എങ്കിൽ പോലും ഭരണപക്ഷത്തുള്ള മഹാരഥന്മാരും ഒട്ടും ചെറുതല്ല. അവരുടെയൊക്കെ മുമ്പിൽ നിൽക്കാൻ പോലും കഴിവില്ലാതെ നാളെ സംഭവിക്കാൻ പോകുന്നത് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇതാണ്: പ്രധാനമന്ത്രിയുടെ മറുപടി പ്രസംഗത്തെ നേരിടാൻ കഴിയില്ലാതെ ഈ പറഞ്ഞവർ വാലും ചുരുട്ടി പാർലമെന്റിൽ നിന്ന് ഇറങ്ങി ഓടും. എന്നിട്ട് ഇംഗ്ലീഷിൽ പറയും ഞങ്ങൾ ബാക്കൗട്ട് നടത്തിയതാണ് എന്ന്. അതായത് ഇന്ന് എന്താണോ പ്രതിപക്ഷ നേതാവ് വിളമ്പിയത് അതിനൊക്കെ അക്കമിട്ട് കൃത്യമായി മറുപടി പറഞ്ഞുകൊണ്ടുള്ള പ്രധാനമന്ത്രിയുടെ മറുപടി പ്രസംഗത്തിനെ കേൾക്കാനുള്ള ത്രാണിയില്ലാതെ 32 സഖ്യകക്ഷികളും കൂടെ പാർലമെന്റിന്റെ പടിയിറങ്ങി ഓടുന്ന ഓട്ടമായിരിക്കും നാളെ നമുക്ക് കാണാൻ പോകുന്ന കാഴ്ച. അത്രയൊക്കെ കരുത്തേ കോൺഗ്രസിനുള്ളൂ. അത് പാർലമെന്റിന്റെ പടിയിറക്കമായിരിക്കില്ല, രാജ്യത്തിന്റെ ജനാധിപത്യത്തിൽ നിന്നുള്ള കോൺഗ്രസിന്റെയും കോൺഗ്രസ് മുന്നണിയുടെയും പടിയിറക്കമായിരിക്കും. വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളൊക്കെ അത് തെളിയിക്കുകയും ചെയ്യും എന്ന് മാത്രമാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. നമ്മുടെ നാട്ടിലൊക്കെ ഒരു പഴഞ്ചൊല്ലുണ്ട്, നാടൻ ഭാഷയിൽ പറയുകയാണെങ്കിലും, ഏതെങ്കിലും ഒരു തന്തയുടെ ഗുണം കാണിക്കട എന്ന് വഴക്കൊക്കെ കൂടുമ്പോൾ ആളുകൾ പറയുന്നത് കേട്ടിട്ടുണ്ട്. ഞാൻ ഉപയോഗിക്കാറില്ല. അത് തന്നെ ഇവിടെയും ഉപയോഗിക്കാനുള്ളൂ എന്ന് മാത്രമേ പറയാനുള്ളൂ. എന്തായാലും ഇറ്റലിയിൽ ബാർ നർത്തകിയാണോ ഇനി ബാറിൽ ഒഴിപ്പുകാരിയാണോ, എങ്ങനെയാണ് ഭാരതത്തിലേക്ക് എത്തിയതെന്ന് ചരിത്രം കുറച്ചൊക്കെ അറിയുന്ന ആളുകൾക്ക് അറിയാൻ പറ്റും. എങ്ങനെയാണ് അവരുടെ ഭർത്താവിന്റെ അതല്ലെങ്കിൽ ഈ പഹയന്റെ അച്ഛന്റെ മരണം എന്ന് പോലും പരിശോധിച്ചാൽ അതൊക്കെ കൃത്യമായിട്ടും ആ ഒരു ഗൂഢ ഉദ്ദേശം അതിൽ ഒളിഞ്ഞിരിപ്പുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു തന്തയുടെ ഗുണം കാണിച്ചുകൊണ്ടായിരിക്കണം ഭാരതം എന്ന് പറയുന്ന ഈ ഒരു മഹാരാജ്യത്തിന്റെ ഈ ഒരു ജനാധിപത്യത്തിന്റെ ശ്രീകോവിലിൽ പെരുമാറേണ്ടത് എന്ന് ആ വിദ്വാനെ ഓർമ്മിപ്പിക്കാൻ ഒരു അവസരം ഉപയോഗിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അതിനോട് പേര് ഇവിടെ പറയുന്നില്ല. ഇനി ഗണ്ടിയാണോ, വിൻസിയാണോ, ഇനി മൈനോ ആണോ, അന്റോണിയാണോ എന്നൊക്കെ ഏതെങ്കിലും ഒരു തന്തയുടെ മോന്റെ ആ ഇത് കണ്ടുപിടിച്ചിട്ട് വരട്ടെ എന്ന് മാത്രമേ പറയാനുള്ളൂ. എന്തായാലും ഭാരതത്തിലെ ഹിന്ദു എന്ന് പറയുന്ന ആ ഒരു സംസ്കാരമായാലും മതമായാലും ജാതിയായാലും അതിനെ അപഹസിച്ചവനൊന്നും ഒരിക്കലും ഇവിടെ ഗുണം പിടിച്ചിട്ടില്ല, അതെങ്കിൽ വേരോട്ടം നടത്തിയിട്ടില്ല എന്നുള്ളത് 2 സീറ്റിൽ നിന്ന് മൃഗീയ ഭൂരിപക്ഷത്തോടു കൂടി നരേന്ദ്രമോദിജി ആദ്യം ഭരിച്ചു, പിന്നീട് രണ്ടാമതും ഭരിച്ചു, മൂന്നാമതും ഭരിക്കുന്ന ആ രീതിയിലേക്ക് അങ്ങനെ ഭരണങ്ങൾ BJP തന്നെ തുടർന്നു കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന ഈ വേളയിൽ ഈ വീടിന്റെ ഐശ്വര്യം മുത്തപ്പനാണ്, അതല്ലെങ്കിൽ ഈ വീടിന്റെ ഐശ്വര്യം ഈശോമിശിഹാ സ്തുതിയായിരിക്കട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സ്റ്റിക്കർ ഒട്ടിക്കുന്ന പോലെ ഈ നാടിന്റെ ഐശ്വര്യം, BJPയുടെ ഐശ്വര്യം, NDAയുടെ ഐശ്വര്യം നമ്മുടെ ഈ വിദ്വാൻ തന്നെയാണ്. ഏതെങ്കിലും അപ്പന്റെ ഗുണം കാണിക്കാൻ വേണ്ടി ഇന്നും വികൃതിയോടെ തകൃതിയോടെ പറന്നു നടക്കുന്ന ഈ ചങ്ങാതി തന്നെയാണ് ഇന്ന് തൽക്കാലം ഇവിടെ പറഞ്ഞു വെക്കുകയാണ്. ഏതായാലും കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ആ ഒരു ഹിന്ദു സംഘടനയുടെ പക്ഷത്തു നിന്നായാലും രാഷ്ട്രീയ BJPയുടെ NDAയുടെ പക്ഷത്തു നിന്നായാലും രാജശേഖർജി ആയാലും ജയസൂര്യൻജി ആയാലും പകർന്നു എന്നുള്ള വിശ്വാസത്തോടെ തൽക്കാലം നമുക്ക് ഈ സെഷൻ ഇവിടെ അവസാനിപ്പിക്കാം. ഏതായാലും വൈകിയ വേളയിലാണെങ്കിൽ പോലും 10:20 ആയിട്ട് പോലും ഇത്ര കണ്ട് ജനങ്ങൾ ഈ ഒരു ചർച്ച കാണുന്നുണ്ട് എങ്കിൽ ഇതിൽ പലരും കമന്റ് ഇടുന്നത് എടുത്തു പറയേണ്ടതുണ്ട്. കാരണം ഞാനൊരു
കോൺഗ്രസ്സുകാരനാണ്, ഞാനൊരു ഹിന്ദു നാമധാരിയാണ്. ഇന്നിപ്പോൾ എനിക്ക് എന്റെ അസ്തിത്വത്തെ കുറിച്ച് എനിക്ക് ബോധം വരുന്നു. രാഹുൽ ഗണ്ഡി, നിന്നെ കുറിച്ച് എനിക്ക് അപമാനം തോന്നുന്നു എന്ന് പലരും ഇവിടെ കമന്റ് ഇടുന്നുണ്ടെങ്കിൽ ആളുകളുടെ ഉള്ളിലേക്ക് നമ്മളൊക്കെ പകർന്നു നൽകുന്ന ഇതുപോലെയുള്ള അറിവുകൾ എത്തുന്നു എന്നുള്ളത് അഭിമാനത്തോടു കൂടി തന്നെ ഓർത്തെടുക്കേണ്ടതുണ്ട്. ഏതായാലും നമ്മുടെ വിശിഷ്ടാതിഥികൾക്ക് ഒരുപാട് നന്ദി, മാന്യ പ്രേക്ഷകർക്ക് ഒരുപാട് നന്ദി. തൽക്കാലം നമുക്ക് ഈ സെഷൻ ഇവിടെ അവസാനിപ്പിക്കാം. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് ശ്രീറാം.